कृपापूर्णसिन्धो प्रपन्नात्मबन्धो ममानन्दसिन्धौ विराजत्सुखेन्दो कुरुष्वात्मसाधेव दीनं च शम्भो शरण्यं त्वदन्यं न जाने न जाने ममेषा न बाल्यात् प्ररूढा च भक्ति शिवादन्यदैवेन मे देवशक्ति प्रभो देहि मे देवदेहे च शक्ति शरण्यं त्वदन्यं न जाने न जाने भजेऽहं सदा नीलकण्ठं प्रशान्तं भजेऽहं भवानी चिदानन्दभृङ्गं भजेऽहं सदा शान्तपद्मासनस्थं भजेऽहं त्वदन्यं न शम्भो स्वदृष्टिं निवृत्त्यात्मयोगेरमन्तं परानन्दमद्वैतपूर्णं महान्तं गुहाध्वान्तमन्तर्निरस्यात्ममूर्त्या ज्वलतं न किञ्चित् महश्चैवमीडे मतिं मे नियच्छस्वरूपे सुबोधे समाधिं च हीनं विकल्पाख्यवृत्त्या श्रुतेरर्थप्रीयूषपानं च भक्ति सदा देहि मे देव योगेश्वरोऽसि स्थितिर्मे विविक्ते मतिर्मे स्वरूपे गतिं चापि योगस्य मे देव ब्रूहि त्वमेव प्रभो मे गुरुर्दैवमिष्टं प्रपद्ये सदा देवपादाम्बुजं ते प्रकृष्टात्मभक्त्या निरस्कृत्य मायां प्ररूढात्मबोधाख्यमेकं तुरीयं प्रपद्ये सदा चित्तवृत्तेर्निरोधं प्रभापूर्णमेकं मौनपुञ्जम् करे मे च बिल्वं सुभाले च भस्म गले रुद्रमाला च ते नाम वाचि हृदि त्वां भजेकं चिदानन्दलिङ्गं प्रसीद प्रभो देव कैवल्यमूर्ते प्रसीद प्रभो देव कैवल्यमूर्ते। नमः परमऋषिभ्यो नमः परमऋषिभ्यः हरिः ओम। अन्तरायतिमिरूपशान्तये शान्तपावनम् अचिन्त्यवैभवम् तन्नरं वपुषि कुञ्जरं मुखे मन्महे किम्पितुन्दिलं महः। गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिनीं व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। यस्यान्तन्नादिमध्यं न हि करचरणं नामगोत्रं न सूत्रं नो जातिर्नैव वर्णा न भवति पुरुषो न नपुंसं न च स्त्री
നാകാരം നോ വികാരം ന ഹി ജനിമരണം നാസ്തി പുണ്യം ന പാപം തത്വം നോ തത്വമേകം സഹജസമരസം സദ്ഗുരും തം നമാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. മൗനവ്യാഖ്യാ പ്രകടിതപരബ്രഹ്മതത്വം യുവാനം വരിശിഷ്ടാന്തേവ സദൃശിഗണൈഃ ആവൃതം ബ്രഹ്മനിഷ്ഠൈഃ ആചാര്യേന്ദ്രം കരകലിതചിന്മുദ്രം ആനന്ദരൂപം സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമീഡേ. വേദാന്താർത്ഥവിഭാസകായ യതയേ ശാന്തായ സന്യാസിനേ നാനാവാദിനഗേന്ദ്രസംഗപവയേ യോഗീന്ദ്രവന്ദ്യായ ച മോഹധ്വാന്തദിവാകരായ ഭഗവത്പാദാഭിതാം ബിഭ്രതേ. തസ്മൈ ഭാഷ്യകൃതേ നമോസ്തു സതതം പൂർണ്ണായ ബോധാത്മനേ. അപാരസച്ചിത്സുഖവാരിരാശേഃ യസ്യോർമിമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്താവിഹീനം ഹൃദി ചിന്തയാമി. ദേഹം മൃണ്മയവജ്ജഡാത്മകമഹം ബുദ്ധിർന തസ്യാസ്ത്യതോ നാഹം തത്തദഭാവസുപ്തിസമയേ സിദ്ധാത്മസദ്ഭാവതഃ. കോഹം ഭാവയുതഃ കുതോ വരധിയാ ദൃഷ്ട്വാത്മനിഷ്ഠാത്മനാം. സോഹം സ്ഫൂർത്തിതയാ അരുണാചലശിവഃ പൂർണ്ണോ വിഭാതി സ്വയം. യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ. അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. പൂർണ്ണത്രയീശൻ്റെ ഈ പരിപാവനമായ ഈ സന്നിധിയിൽ ഈ ബ്രാഹ്മണ സമൂഹം ശാസ്താവിൻ്റെ ഈ സന്നിധിയിൽ കുറച്ച് നേരം നമുക്ക് അധ്യാത്മവിചാരം ചെയ്യാനുള്ള ഒരു സന്ദർഭം ഉണ്ടായിരിക്കുകയാണ്. ഇവിടെ മാത്രമാണ് വിഷയമൊന്നും ഇട്ടിട്ടില്ല. ഞാനിങ്ങോട്ട് വരുമ്പോഴാണ് ചോദിച്ചു, എന്താ വിഷയം ചോദിച്ചു. വിഷയം ഇട്ടിട്ടില്ല. ഇവിടെ വന്ന് ഭാഗവതരോട് ചോദിച്ചപ്പോഴും സ്വാമിക്ക് എന്താ തോന്നണമെന്ന് വെച്ചാൽ അത് വിഷയം എന്നോ. എല്ലാ വിഷയവും ഒന്ന് തന്നെയാണല്ലോ. നിർവിഷയമാണ് വിഷയം. വിഷയം എന്ന് വെച്ചാൽ ലോകത്തിനെ കുറിച്ചുള്ള ചിന്തയ്ക്ക് പേരാണ് വിഷയം. ഒരു ശ്ലോകമുണ്ട്, ദോഷേണ തീവ്രോ വിഷയഃ. വിഷം വിഷയം രണ്ടെണ്ണുണ്ടേ. വിഷത്തിനേക്കാളും വിഷയം ബുദ്ധിമുട്ടാണെന്നാണ്. തീവ്ര ദോഷമുള്ളതാണ്
യകാരോ വിഷയാധ്യാസ. അതിൽ വിഷയം ഉണ്ടല്ലോ. എന്താണെന്ന് വെച്ചാൽ ലൗകിക വിഷയങ്ങൾ, ലോകത്തിലുള്ള വിഷയങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് പ്രവേശിക്കുക. അതിനാണ് അധ്യാസം. ആ യകാരം എടുത്തു കഴിഞ്ഞാൽ അത് വിഷമാവും അല്ലേ? അപ്പോൾ നിർവിഷയം, മനസ്സിനെ വിഷയങ്ങളൊന്നും ഇല്ലാതാക്കി കഴിഞ്ഞാൽ മനസ്സ് തന്നെ ഇല്ലാതാവും. അപ്പോൾ ഭഗവാനേ ഉണ്ടാവുള്ളൂ അവിടെ. അധ്യാത്മജ്ഞാന നിത്യത്വം എന്ന് ഭഗവാൻ ഗീതയിൽ ഒരു വിഷയം പറയുന്നു. ജീവിതത്തിൽ നമുക്ക് സൗഖ്യം, സന്തോഷം വരണമെങ്കിൽ ചില മാറ്റങ്ങൾ ശീലത്തിലും ചിന്തയിലും അനുഭവത്തിലും വരുത്തി തീർക്കാനുണ്ട്. അതിനെയാണ് നമ്മൾ അധ്യാത്മജീവിതം എന്ന് പറയണത്. അത് ഭക്തിയാവട്ടെ, യോഗമാവട്ടെ, ജ്ഞാനമാവട്ടെ, എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ മനസ്സിനെ അല്പം ഒന്ന് ശാന്തമാക്കി ഉള്ളിലുള്ള ഒരു രസം ഒന്ന് പിഴിഞ്ഞെടുക്കണം. രസമകത്തുണ്ട്, അത് പുറത്തേക്ക് പോരണില്ല. നിഗമകൽപതരോഹോ ഗളിതം ഫലം ശുകമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസം ആലയം മുഹുരഹോ രസികാഃ ഭുവി ഭാവുകാഃ. രസിക്കാൻ അറിയുന്നവരാണ് നമ്മൾ അല്ലേ? ഇപ്പോൾ സത്സംഗത്തിന് വന്നിരിക്കുന്നു, രസികാഃ. കുറച്ച് നേരം കഴിഞ്ഞ് രസിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പതുക്കെ വാതിൽ തുറന്ന് പോകും. ഞാൻ എപ്പോഴും പറയും, ഇപ്പോൾ വരുന്ന വഴിയിൽ പറഞ്ഞുകൊണ്ടിരുന്നു, രാമായണത്തിലെ ഭരതൻ രാമൻ്റെ അടുത്തൊരു കാര്യം പറയണം. എന്താണെന്ന് വെച്ചാൽ, ആരുടെയെങ്കിലുമൊക്കെ ചോട്ടിൽ ജോലി ചെയ്യുക, നമ്മൾ വിചാരിക്കുക അത് അടിമപ്പണിയാണെന്നാണ്. പക്ഷെ ഭരതൻ പറഞ്ഞു, ആരുടെയെങ്കിലുമൊക്കെ ചോട്ടിൽ ജോലി ചെയ്യുന്ന ആൾ ഫ്രീ ആണെന്നാണ്. കുറേ ആളുകളെ വെച്ച് പണിയെടുപ്പിക്കുന്ന ആൾ ബദ്ധനാണ്, ബൗണ്ടാണ്. ആരുടെയെങ്കിലുമൊക്കെ ചോട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്ക് എപ്പോൾ വേണമെങ്കിൽ വിട്ടിട്ട് പോവാം, റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല, ഫ്രീ ആണ്. അതേപോലെ ഈ കേൾക്കുന്ന നിങ്ങൾ വളരെ ഫ്രീ ആണ്, എപ്പോൾ വേണമെങ്കിൽ എണീറ്റ് പോവാം. എനിക്ക് പറ്റുമോ? ഈ പറയുന്ന ഞങ്ങൾ ബന്ധത്തിലാണ്. അപ്പോൾ ഇത് പറഞ്ഞ ശ്രീധരാചാര്യർ ടീക്കാക്കാരർ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ബന്ധത്തിലിരുന്നു കൊണ്ട് മുക്തി കൊടുക്കുക. അതാണത്രേ ഗുരുവും ഭഗവാൻ വിഗ്രഹരൂപത്തിലുള്ള ഭഗവാനും ഒക്കെ എങ്ങനെയാണെന്നാണ്. ഈ ദാമോദര ലീല പറയുമ്പോൾ ഭാഗവതത്തിൻ്റെ ടീക്കാക്കാരൻ പറയുന്ന കാര്യമാണത്. കെട്ടിയിട്ടിരിക്കുകയാണ്, പക്ഷെ അത് മുക്തി കൊടുക്കുമെന്നാണ്. അപ്പോൾ ഈ രസമാണ് ഭക്തി, രസമാണ് ഭഗവാന്റെ സ്വരൂപം. രസോ വൈ സഹ രസഗഹ്യേവായം ലബ്ധ്വാനന്ദീ ഭവതി. വേദം പറയുന്നു, രസോ വൈ സഹ, അവൻ, ആ ഭഗവാൻ രസസ്വരൂപനാണ്. അങ്ങനെ ഒരു ശ്ലോകം തന്നെ എഴുതിയിട്ടുണ്ട്, ഒന്ന് പാടാൻ മുടിയുമോ? ഇടയ്ക്കൂടി இப்படி ചേർത്തിக்கலாம், പരവായില്ല. ജ്ഞാനരസം മുനിവേദ്യരസം
ഭവരോഗവിനാശന ദിവ്യരസം യോഗിഗണാധൃതഭാവരസം ശിവം ആകലയേ നിജബോധരസം. ജ്ഞാനരസം മുനിവേദ്യരസം ഭവരോഗവിനാശന ദിവ്യരസം വേദഗണാധൃതസാമരസം ശിവമാകലയേ നിജബോധരസം ശിവമാകലയേ നിജബോധരസം. ഏകമനാമയമാത്മരസം സമശീതളശാന്തി സുയോഗരസം യോഗിഗണാധൃതഭാവരസം ശിവമാകലയേ നിജബോധരസം ശിവമാകലയേ നിജബോധരസം. ഇത് രസം ശിവം ആകലയേ നിജബോധരസം. ശിവം ആത്മാനം, ആത്മസ്വരൂപമാണ് ശിവം എന്ന് പറയുന്നത്. രസം ആത്മാവിൻ്റെ സ്വരൂപമാണ്. ആത്മസ്വരൂപം രസമാണ്. ആത്മാ മാത്രമേ ഉള്ളൂ എങ്കിൽ രസമാണ്. അതിനെ നമ്മൾ മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടൊക്കെ പലതാക്കി തീർക്കുകയാണ്. ഇന്ന് രാവിലെ പുറപ്പെടുമ്പോൾ കുറച്ച് കുഴക്കട്ട കൊണ്ടുവന്ന് തന്നു, മോദകം. അതിന് മോദകം എന്നാണെന്ന് പേര്. മോദകം എന്ന് വെച്ചാൽ ഗണപതിക്ക് കൊടുക്കുമല്ലോ അല്ലേ? അപ്പോൾ മോദകം എന്ന് വെച്ചാൽ ആനന്ദം തരുന്നത് എന്നാണ് അർത്ഥം. കഠോപനിഷത്ത് പറയുന്നു, സമോദത്തെ മോദനീയം ഹി ലബ്ധ്വ. അത് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു. ഈ മോദകം എന്താ വിശേഷം എന്ന് വെച്ചാൽ, പണ്ടൊക്കെ ഇപ്പോഴത്തെ പോലെ ഈ ബേക്കറിയും ഇതൊന്നും ഇല്ലല്ലോ. കുറച്ച് വർഷം മുമ്പ്, പണ്ടെന്ന് പറയുമ്പോൾ ഒരു 10-20 വർഷം, 30 വർഷം, 40 വർഷം മുമ്പ് പോലും. അപ്പം ഞങ്ങളൊക്കെ ഈ ചതുർത്ഥിക്ക് ഈ കുഴക്കട്ട ഉണ്ടാക്കി കഴിയുമ്പോൾ ഏറ്റവും ബോറ് എന്താണെന്ന് വെച്ചാൽ, ആ പൂർണ്ണത്തിനെ മാവ് കൊണ്ട് മറയ്ക്കും. അപ്പം ഞങ്ങളൊക്കെ ചോദിക്കും കുട്ടിക്കാലത്ത്, എന്തിനാപ്പം ഈ മാവ്? അത് മാത്രം മതിയല്ലോ, ഈ മാവേ വേണ്ട, അതിങ്ങോട്ട് തരിക പൂർണ്ണം. കുട്ടികളുടെ ഇഷ്ടം അതുപോലെയാണ്. അപ്പോൾ ഉള്ളിലുള്ളത് പൂർണ്ണമാണ്, വെളിയിലിടുമ്പോൾ അത് മാവൊക്കെ ഇട്ടിട്ട് ആ പൂർണ്ണത്തിനെ അഡൾട്ടറേറ്റ് ചെയ്യാണ് അല്ലേ? അതുപോലെയാണ് നമ്മളും. ഉള്ളിൽ പൂർണ്ണമുണ്ട്, അതിനെ ശരീരം കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ നിറച്ച് അതിനെ കറപ്റ്റ് ചെയ്തിട്ടാണ് അനുഭവിക്കുന്നത്. നിർവിശേഷമായ അതൊന്നും ഇല്ലാതെ ആക്കി കഴിഞ്ഞാൽ അതാണ് യോഗിഗണാധൃത ഭാവരസം, നിജബോധരസം. ശുദ്ധമായ ബോധം, ഉണർവ്, കോൺഷ്യസ്നസ്, ചൈതന്യം, അതിൻ്റെ രസം യോഗികൾ, ഭക്തന്മാർ, ജ്ഞാനികൾ ഹൃദയത്തിൽ അനുഭവിക്കുന്ന രസം. ആ രസമാണ് നമ്മളുടെ വിഷയം. ഇപ്പോൾ നമുക്കിപ്പോൾ വിഷയം രസമാണ്. ജീവിതത്തിൽ പല രസമുണ്ട്, വിഷയങ്ങളിലൊക്കെ രസമുണ്ട്. പക്ഷേ ഭഗവത് ഭക്തിയുടെ രസം, ഭഗവത് അനുഭവത്തിൻ്റെ രസം, അത് നമുക്ക് അല്പം ഉള്ളിൽ വരണം. ഭഗവത് സാക്ഷാത്കാര രസം വരണം. അതാണ് ഭാഗവതം ആരംഭിക്കുമ്പോൾ പറഞ്ഞത്, പിബത ഭാഗവതം രസം
പിബത ഭാഗവതം രസം മുഹുരഹോ പിബത രസികാഹ പിബത ആലയം പിബത ഭാവുകാഹ പിബത. നല്ല ഭാവുകന്മാരായിട്ട് എന്നുവെച്ചാൽ രസിക്കാൻ അറിയുന്നവരായിട്ട്, രാസിക്യമുള്ളവരായിട്ട്, ഹൃദയമുള്ളവരായിട്ട് ഈ ഭഗവത് ഭക്തിയുടെ രസമങ്ങനെ അനുഭവിക്കാം. ഭാഗവതം തുടങ്ങുമ്പോൾ എല്ലാവർക്കും കൂടി ഒരു ഇൻവിറ്റേഷനാണത്. എല്ലാവരും വരുമെന്നാണ്. ഉപനിഷത്തിൽ തന്നെ ഒരു ഋഷി പറഞ്ഞു, ഈ ലോകത്തിലുള്ളവർ, ദേവലോകത്തിലുള്ളവർ എല്ലാവരും വരാം. ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്രാഃ ആയേ ധാമാനി ദിവ്യാനി തസ്തുഹു. എന്തൊരു വിളിയ! ഹേ അമൃതസ്യ പുത്രാഃ, നിങ്ങളൊക്കെ അമൃതത്വം നിങ്ങൾക്ക് റൈറ്റുള്ളതാണെന്നാണ്. നമ്മൾ മലയാളത്തിൽ എന്താ പറയുക? അവകാശം. കുട്ടികൾക്ക് വരുന്ന അവകാശത്തിന് എന്തു പറയും? അവർക്ക് പൈതൃകമായ പിതൃപൈതാമഹം ധനം, അങ്ങനെയുള്ള രസം. അമൃതസ്യ പുത്രാഃ ആയേ ദഹമാനി ദിവ്യാനി തസ്തുഹു. ഈ ലോകത്തിലുള്ളവർ മാത്രമല്ല, ദേവലോകത്തിലുള്ള ദേവന്മാരൊക്കെ കേൾക്കട്ടെ. എന്തേ? ഈ രസം, ഭഗവത് സാക്ഷാത്കാരം ഹൃദയത്തിൽ വന്ന ഋഷി വിളിച്ചു പറയുകയാണ്, എല്ലാവരും വരൂ, ഈ പരമേശ്വരനെ അനുഭവിക്കാം, ഭഗവാനെ അനുഭവിക്കാം. ഭഗവത് ഭക്തി, ഭഗവത് പ്രേമ, ഭഗവത് ശാന്തി, അത് അനുഭവിക്കാനായിട്ട് എല്ലാവരും വരൂ എന്ന് വിളിക്കുകയാണ്. തമിഴിലൊരു സിദ്ധൻ പറഞ്ഞു, കാക്കയ്ക്ക് ഇത്തിരി ചോറിട്ടാൽ നാട്ടിലുള്ള കാക്കയൊക്കെ വിളിക്കും. അതുപോലെ ഞാൻ വിളിക്കുകയാണെന്നാണ്. കാക്കത്തിരി ചോറ് കൊടുക്കുമ്പോഴേക്കും നാട്ടിലുള്ള കാക്കകളെയൊക്കെ വിളിക്കും. കാകം ഉറവ് കലന്ത് ഉണ്ണക്കണ്ടീർ. നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നാണ്. കാക്കയ്ക്ക് ഇത്തിരി കൊടുക്കുമ്പോൾ എല്ലാ കാക്കകളും വരുന്നത് പോലെ ഞാനും വിളിക്കുകയാണ്. അഖണ്ഡാകാര, എനിക്ക് കിട്ടിയിരിക്കുന്നത് ചോറല്ല, അഖണ്ഡാകാര ശിവഭോഗം എന്നും പേര്. ആനന്ദ വെള്ളം. വെള്ളം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മലയാളത്തിൽ വെള്ളം എന്ന് പറയും, തമിഴിൽ വെള്ളം എന്ന് വെച്ചാൽ വെള്ളപ്പൊക്കമാണ്. വെള്ളപ്പൊക്കം, പ്രളയത്തിനൊക്കെയാണ് വെള്ളം എന്ന് പറയാം. ഞാനൊക്കെ പണ്ടൊക്കെ ഒരു 10-25 വർഷം മുമ്പ് തമിഴ് പറയുമ്പോൾ വെള്ളം കുടിക്കുക, വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞാലേ വെള്ളം എങ്ങനെ കുടിക്കുമെന്ന് ചോദിക്കും അവർ. നമ്മൾ ഈ മലയാള തമിഴ് അവിടെ പോയി പറഞ്ഞാൽ തലയാളം എന്ന് പറയാം. അപ്പോൾ അഖണ്ഡാകാര ശിവഭോഗം എന്നും പേരിൻപ വെള്ളം, ആനന്ദ വെള്ളം. പൊങ്കിത്തതുമ്പി പൂരണമായി ഏകവുരുവായി കിടക്കുന്നത്. അയ്യോ അയ്യോ എന്നാണ്. ആശ്ചര്യം. രണ്ടില്ലാതെ, ദ്വൈതമില്ലാതെ, അഖണ്ഡാകാരമായി, അദ്വയമായി ആ ആനന്ദവസ്തു പൂർണ്ണമായി നിൽക്കുന്നു, സച്ചിദാനന്ദ സ്വരൂപമായിട്ട് നിൽക്കുന്നു. ഈ ദേഹം വീഴുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ മരിച്ചു പോകുന്നതിന് മുമ്പ് ഒന്ന് അനുഭവിക്കണ്ടേ? ഈ ദേഹം വീഴും മുൻ ഭുജിപ്പതർക്ക് ശേരവാറും ജഗത്തീരെ. ഈ ലോകത്തിലുള്ളവരൊക്കെ വരാം, എല്ലാവരും വന്ന് ഈ രസം അനുഭവിക്കാം, ആനന്ദം അനുഭവിക്കാം, ശാന്തി അനുഭവിക്കാം, സന്തോഷം അനുഭവിക്കാം, തൃപ്തി അനുഭവിക്കാം. അതിനാണ് ആമായന്തു ബ്രഹ്മചാരിണ സ്വാഹ എന്ന് ഋഷി വിളിക്കുന്നത്. വരട്ടെ വരട്ടെ, ഈ സത്യം അറിയാനുള്ള മുമുക്ഷുക്കൾ വരട്ടെ, ഇന്ദ്രിയ നിഗ്രഹമുള്ളവർ വരട്ടെ. വിമായന്തു ബ്രഹ്മചാരിണ സ്വാഹ പ്രമായന്തു ബ്രഹ്മചാരിണ സ്വാഹ ദമായന്തു ബ്രഹ്മചാരിണ സ്വാഹ ശമായന്തു ബ്രഹ്മചാരിണ സ്വാഹ. ഇന്ദ്രിയ നിഗ്രഹമുള്ളവർ, മനോനിഗ്രഹമുള്ളവരൊക്കെ വരട്ടെ എന്നാണ്.
അവർ പെട്ടെന്ന് സാധിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രസാനുഭവം, ഭഗവദനുഭവം, ഇത് ആണ് നമുക്ക് വേണ്ട കാര്യം. ഭാഗവത ധർമ്മത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ഇവിടെ പലരും, നാമസങ്കീർത്തനം ചെയ്യുന്നവരാണ്, പ്രതിദിന നാമസങ്കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഈ സത്സംഗം ആരംഭിക്കുമ്പോഴേ ആ ഒരു വിഷയം ഉള്ളിൽ ഇങ്ങനെ വന്നു. എങ്ങനെയെങ്കിലും മനസ്സിനെ കേനാപി ഉപായേന മനഃകൃഷ്ണേ നിവേശയേത്, എന്തെങ്കിലുമൊക്കെ വഴിയിൽ മനസ്സിനെ ഭഗവാനിൽ, ആ പൂർണ്ണത്രയീശനായ ഭഗവാനിൽ, എന്നുവെച്ചാൽ ത്രയീ എന്ന് വെച്ചാൽ വേദം, വേദത്തിൻ്റെ സാരമായ വസ്തുവായ ഭഗവാനിൽ മനസ്സ് നിൽക്കണം, ആത്മവസ്തുവിൽ മനസ്സ് നിൽക്കണം. ശരിക്കും പറഞ്ഞാൽ മനസ്സ് ശാന്തമായാൽ ഭഗവാൻ പ്രകാശിച്ചോളും, അത്രയേ ഉള്ളൂ. പക്ഷേ അതാണല്ലോ വിഷയം അല്ലേ? എല്ലാവർക്കും പ്രശ്നം അതാണല്ലോ. അർജുനൻ പോലും കൃഷ്ണനോട് പറഞ്ഞു, എളുപ്പത്തിൽ നീ പറഞ്ഞു, മനസ്സ് ചഞ്ചലമാണ് ഭഗവാനെ. ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. ഇത്തിരി അടങ്ങിയ പോലെയൊക്കെ തോന്നും, ഒന്ന് ശാന്തമായ പോലെ തോന്നും, പിന്നെ പുറപ്പെടും. അതിനെ ഓഫ് ചെയ്ത് വയ്ക്കാൻ നമ്മളുടെ കയ്യിലൊരു മെത്തേഡൊന്നുമില്ല. ഒരു സമയം ഒരു ഇൻസിഡൻറ്റ് പറയാം. 2 ദിവസം മുമ്പ് പറഞ്ഞതാട്ടോ. ഇനി ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ സേലത്തിൽ പറഞ്ഞു എന്ന് പറയരുത്. നമ്മുടെ ചെമ്പൈ വൈദ്യനാഥ് ഭാഗവതർ പല സ്ഥലത്ത് പോയി പാടുമ്പോൾ ഏകദേശം ഒരേ കീർത്തനങ്ങളാണ് പാടുക. ഈ വാതാപി ഗണപതിയും ഇങ്ങനെ തുടങ്ങിയിട്ടല്ല, ഒരേ കീർത്തനങ്ങൾ. അന്നത്തെ ഒരു ക്രിട്ടിക് അദ്ദേഹം ഭാഗവതരെടുത്ത് പറഞ്ഞു, ഭാഗവതർ നിങ്ങൾ പാലക്കാട് പാടിയപ്പോഴും ഇതെന്നെ പാടി, തിരുവനന്തപുരത്തും ഇത് തന്നെ പാടി, ഇപ്പോൾ ഇതാ തിരുച്ചിയിൽ വന്നപ്പോഴും ഇത് തന്നെ പാടണം. ഇതേ എല്ലായിടത്തെയും പാടിക്കൊണ്ടിരിക്കുകയാണ്, ചേഞ്ചേ ഇല്ല. അപ്പോൾ ഭാഗവതർ പറഞ്ഞു, ഒന്നേ ആരെ എല്ലായിടത്തും വരച്ചൊന്ന, നീ എന്തിനാ ഇപ്പം എല്ലാ സ്ഥലത്തും വന്ന്? ഞാൻ പോയി പാടുന്നു വേറെ വേറെ സ്ഥലത്താണ്, നീ എന്തിനാ ഇപ്പം എല്ലാ സ്ഥലത്തും വന്ന് കേൾക്കണം? അവിടെയൊക്കെ വേറെ വേറെ ഓഡിയൻസ് അല്ലേ, വേറെ വേറെ ആളുകളല്ലേ എന്ന്. അപ്പം അതുപോലെ അത് പറയരുത്. ഒരു ഉദാഹരണത്തിന്, ദൃഷ്ടാന്തത്തിന് വേണ്ടി പറഞ്ഞതാണ്. കോയമ്പത്തൂര് ഗീതാപ്രവചനം ഒരുപാട് വർഷം നടന്നിട്ടുണ്ട്, 25 വർഷം. ഈ കൊച്ചിയിലും മട്ടാഞ്ചേരിയും ഒക്കെ ഏകദേശം ഒരേ സമയമാണ്. അപ്പോൾ പോകുമ്പോൾ വൈകുന്നേരത്തെ അനുഷ്ഠാനമൊക്കെ കഴിഞ്ഞ് ജപം ചെയ്തുകൊണ്ട് ഇങ്ങനെ കാറിൽ പോവാണ്. വാടക വണ്ടിയാണ്, ടാക്സിയാണ്. പോകുമ്പോൾ കുറച്ച് നേരം ശ്രദ്ധിച്ചില്ല, ഇങ്ങനെ ജപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ണടച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഡിസ്റ്റർബൻസ്. എന്താണെന്ന് വെച്ചാൽ ആ കാറിൽ ഇയാൾ പാട്ട് വെച്ചിരിക്കുകയാണ്, റേഡിയോ. അപ്പോൾ അയാളോട് പറഞ്ഞു, അതൊന്ന് ഓഫ് ചെയ്യുമോ എന്ന് പറഞ്ഞു. ശരി സ്വാമി എന്ന് പറഞ്ഞു, ഓഫ് ചെയ്തു. പിന്നെ ഞാനിങ്ങനെ ജപത്തിൽ ഇരുന്നു. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെയും ശബ്ദം കേൾക്കണം. അപ്പം അയാളോട് പറഞ്ഞു, തന്നോടല്ലേ പറഞ്ഞതൊന്ന് ഓഫ് ചെയ്ത് വെക്കാൻ. അയാൾ പറഞ്ഞു, സ്വാമി പറഞ്ഞപ്പോഴേ ഓഫ് ചെയ്തു, പക്ഷേ ഈ റേഡിയോനൊരു കുഴപ്പമുണ്ട്, അത് ഓഫ് ചെയ്താലും പാടും. അത് കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെയും തുടങ്ങും. എനിക്കത് ബെസ്റ്റ് എക്സാമ്പിളായിട്ടാണ് തോന്നുന്നത്. നമ്മുടെ മനസ്സെങ്ങനെയാണ്, കുറച്ച് ഓഫ് ചെയ്ത് വയ്ക്കും, കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തുടങ്ങും. അത് അല്ലേ, നമ്മളൊരു സത്സംഗത്തിൽ പോകുമ്പോൾ സുഖമായിട്ടിരുന്നു, നല്ലൊരു നാമസങ്കീർത്തനം കേട്ടു സൗഖ്യമായിട്ടിരുന്നു, കുറച്ച് നേരം ജപിച്ചു, കുറച്ച് നേരം മനസ്സ് ശാന്തമായി. അത് തന്നെ വലിയ കാര്യമാണ്, അത് തന്നെ വലിയ ലാഭമാണ്. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാ. കുറച്ച് നേരം ഭഗവത് സ്വരൂപത്തിൽ, ഭഗവാന്റെ ദിവ്യരൂപത്തിലോ ഭഗവാന്റെ നാമത്തിലോ ഭഗവത് ഭാവത്തിലോ, ഇതൊക്കെ ഭക്തിയുടെ തലങ്ങളാണ്. ഭഗവാന്റെ രൂപത്തിൽ മനസ്സിനെ നിർത്താം,
ഭഗവാന്റെ നാമത്തിൽ മനസ്സിനെ നിർത്താം, ഭഗവത് ഭാവത്തിൽ, ഭഗവത് ഗുണങ്ങൾ. ഒരു സമയം ചിലപ്പോൾ ഭഗവാന്റെ ആ പ്രിയം ഓർ ഭഗവത് ഭക്തന്മാരുടെ ഭക്തി, ഇതൊക്കെ തന്നെ ധ്യാനയോഗ്യമായ വിഷയമാണ്. ഇതിലെന്തിലെങ്കിലുമൊക്കെ ഒന്ന് മനസ്സ് പ്രവേശിച്ചാൽ മതി. കുറച്ച് നേരത്തേക്ക് നമ്മളിപ്പോൾ സത്സംഗം കേൾക്കുമ്പോണ്ടല്ലോ, കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ മനസ്സിലൊരു സന്തോഷം, ഒരു ആനന്ദം വന്നാൽ അതൊരു ധ്യാനമാണ്. ഇതിനെ പതഞ്ജലി പറയുന്നത് ശബ്ദാനുവിദ്ധമാണ്. ശബ്ദാനുവിദ്ധ സമാധി എന്നാണ് ഇതിന് യോഗശാസ്ത്രക്കാർ പറയണത്. ശബ്ദം കൊണ്ട് ഇപ്പോൾ ഒരു നല്ല കീർത്തനം കേൾക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് മനസ്സ് ശാന്തമായി. അത് ശബ്ദാനുവിദ്ധ സമാധിയാണ്. ശബ്ദം കൊണ്ട് ബാധിക്കപ്പെട്ടിട്ട് മനസ്സ് കുറച്ച് നേരത്തേക്ക് അങ്ങനെ നിന്നു. അതൊരു നല്ല അല്പനേരത്തേക്കാണെങ്കിലും ഒരു സാത്വികമായ മണ്ഡലത്തിൽ, ഒരു അലൗകികമായ മണ്ഡലത്തിൽ മനസ്സങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുന്നു. ഇങ്ങനെ ഈശദീശത് അല്പമായിട്ട് ഈ കീർത്തനങ്ങൾ കൊണ്ടും നാമജപം കൊണ്ടും ഒക്കെ ഇങ്ങനെ നിർത്തിക്കൊണ്ടേയിരിക്കുന്നത് ഒരു വലിയ കാര്യമാണ്. രാവിലെ മുതൽ രാത്രി വരെ എങ്ങനെയെങ്കിലുമൊക്കെ നിർത്തിയാൽ, വേറെ ഒന്നിനും സമയം കൊടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ ശങ്കരാചാര്യർ പറഞ്ഞു, അങ്ങനെ തന്നെ ഒരാൾ ജീവൻ മുക്തനായി പോകുന്നതാണ്. കഞ്ചിത് കാലമുമാമഹേഷ ഭവതഃ പാദാരവിന്ദാർച്ചനൈഃ കഞ്ചിത് ധ്യാന സമാധിഭിശ്ശനതിഭിഃ കഞ്ചിത് കഥാകർണനൈഃ കഞ്ചിദവേക്ഷണൈശ്ശനതിഭിഃ നുതിഭിഃ കഞ്ചിത് ദശാമീദൃശീം യഃ പ്രാപ്നോതി മുദാ ത്വദർപ്പിതമനഃ ജീവൻ സ മുക്തഃ ഖലു. സജീവൻ മുക്തഃ ഖലു. കുറച്ചു നേരം ജപധ്യാനം ചെയ്തു, ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ. ഇതാണ് നമ്മുടെ ജീവിതം. ഇങ്ങനെ കുറേ ദിവസങ്ങളാണല്ലോ ജീവിതം, അല്ലേ? അതുകൊണ്ടാണ് വൈദിക സമ്പ്രദായത്തിൽ നിത്യാനുഷ്ഠാനമാണ് പ്രധാനം. ഉറങ്ങി എണീറ്റാൽ അടുത്ത ഉറക്കം വരെ. അതേപോലെ എല്ലാ ദിവസവും സാധിക്കുമെങ്കിൽ ജീവിതത്തിൽ ജയിച്ചു നമ്മൾ. ആസുപ്തേഹേ കാലം ആമൃതേഹേ കാലം നയേത് വേദാന്ത ചിന്തയാണ്. ഈ വേദാന്ത വിചാരം ചെയ്യുന്നവർക്ക് പറയും ഉറങ്ങുന്നവരെ അതുപോലെ മരണം വരെ. സിംപ്ലിഫൈ ദ ഹോൾ തിങ്, അത്രയേ ഉള്ളൂ. ഉറങ്ങുന്നവരെ മരിക്കുന്നവരെ, രാവിലെ ഉണർന്നു രാത്രി വരെ. നിത്യാനുഷ്ഠാനം, നിത്യാനുഷ്ഠാനമാണ് മുഖ്യം. ഒരു ദിവസം ഏറ്റവും സിമ്പിളാക്കുകയാണ്. രാവിലെ എണീറ്റിട്ട് എന്ത് ചെയ്തു? രാവിലെ എണീറ്റ ഉടനെ കിടക്കയിലിരുന്നു കൊണ്ട് തന്നെ ചില ശ്ലോകങ്ങളൊക്കെ ചൊല്ലാനുണ്ട്. പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരദാത്മതത്വം. രാവിലെ എണീക്കുമ്പോൾ ഭഗവത് ധ്യാനമാണ്, പ്രബോധമാണ് ഭഗവാനും. അത് കഴിഞ്ഞ് ഭഗവാന്റെ ദിവ്യരൂപത്തിനെ കണ്ട് നമസ്കരിക്കുക, ഇരുന്ന് കുറച്ച് ജപം ചെയ്യുക, എന്നിട്ട് സ്നാന സന്ധ്യോപാസനകളൊക്കെ ചെയ്യുക, പൂജ ചെയ്യുക, ധ്യാനിക്കുക, സമാധിയിലിരിക്കുക. നമുക്ക് പറ്റില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്താ ചെയ്യാന്ന് വെച്ചാൽ ചെയ്യുക. കുറച്ച് ഗ്രന്ഥപാരായണം ചെയ്യുക, ഭാഗവതമോ ഗീതയോ നാമസങ്കീർത്തനാദികൾ ചെയ്യുന്നു, കഥാശ്രവണം ചെയ്യുന്നു. ഇങ്ങനെ രാത്രി വരയ്ക്കും. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ്, രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ, രാത്രി ഉറങ്ങുമ്പോൾ, ഈ 2 സമയം സന്ധ്യ എന്നാണ് പറയുക. ഇതാണ് സന്ധ്യ. പുറമേക്കുള്ള സന്ധ്യയാണ് സൂര്യാസ്തമന ഉദയം. നമ്മളുടെ ഉള്ളിലുള്ള സന്ധ്യ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഉള്ള സമയം. മനസ്സ് പൂർണ്ണമായി ഉണരില്ല, സബ് കോൺഷ്യസ് ഒക്കെ ആക്റ്റീവായിട്ടിരിക്കും. ആ സമയത്ത് നിങ്ങൾ ഭഗവത് ധ്യാനം ചെയ്ത് ശീലിച്ചാൽ വളരെ ആഴത്തിലുള്ളിൽ പോകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ, ജീവിതത്തിൽ ദുഃഖമുണ്ടെങ്കിൽ എണീക്കുമ്പോഴാണ് പിരിമുറുക്കത്തോടെ എഴുന്നേൽക്കുക. ഒരുപാട് ആളുകളുടെ കംപ്ലൈൻ്റാണത്. എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ വളരെ, പലരും പറയും എഴുന്നേൽക്കുമ്പോൾ സ്വാമി അത്ര വേദനയോടുകൂടിയാണ് എണീക്കണം. നമ്മൾക്ക് ധ്യാനസിദ്ധി വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, പകുതി രാത്രി ഒന്ന് ഉണർന്നാൽ പോലും ഉള്ളിൽ ധ്യാനം ഉണ്ടാവും. വളരെ സുഖമായൊരവസ്ഥയാണ് അത്. ഭഗവാനെ ധ്യാനിച്ച് ഈ മനസ്സിനെ ഒന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പരിഭാഗപ്പെടുത്തി എടുത്താലുണ്ടല്ലോ,
ജീവിതം മധുരമാവും. അതാണ് നിഗമകൽപ്പതരോഹോ ഗളിതം ഫലം. പഴുത്ത പഴം, അതാണ് പഴം. ഈ മനസ്സിനെ ഒന്ന് പരിപാകപ്പെടുത്തി യോഗപ്രക്രിയകൾ കൊണ്ട്, ഭക്തി യോഗപ്രക്രിയ കൊണ്ട് ഭഗവാനെ ധ്യാനിച്ചും ആരാധിച്ചും, സിമ്പിൾ വഴി നാമജപം ചെയ്തും കീർത്തനം ചെയ്തും ഒക്കെ നിങ്ങൾ പകുതി രാത്രി ഉറങ്ങി എണീക്കുമ്പോഴും ആ ഭഗവാന്റെ രൂപം സ്മരണയിൽ വരുന്നു, അല്ലെങ്കിൽ നാമം സ്മരണയിൽ വരുന്നു. ഇനിയിപ്പോൾ വേദാന്ത പരിചയമുള്ളവരാണെങ്കിൽ ആത്മധ്യാനം ഉള്ളിൽ നിൽക്കുന്നു, നിശ്ചലമായിട്ടിരിക്കണു. ഇങ്ങനെയൊക്കെ സാധിച്ചാൽ ധന്യമായി ജീവിതം. അതേപോലെ എഴുന്നേൽക്കുമ്പോൾ ഫ്രഷായിട്ട്, ഈ കൊച്ചു കുട്ടികൾ എഴുന്നേൽക്കുമ്പോൾ കാണണം സൂര്യോദയം പോലെ ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഹൃദയത്തിൽ നേരെ മനസ്സ് പുറത്തു വന്നാൽ അങ്ങനെ ഉണ്ടാവും. ഒരുപാട് സംസ്കാരങ്ങളിലൂടെയൊക്കെ പുറത്തു വരുന്ന മനസ്സാണ് ഉറങ്ങി എണീക്കുന്ന ആളെ കണ്ടാൽ ഒക്കാനും വരും അല്ലേ? കുറച്ച് വലുതായി കഴിയുമ്പോൾ അശ്രീകരം പോയി കുളിച്ചിട്ട് വാടാന്ന് പറയും. എന്താണെന്ന് വെച്ചാൽ ഉറങ്ങി എണീറ്റിട്ട് ആ മുഖം കണ്ട അശ്രീകരാണ്, ഒരു ശ്രീയില്ല, ഐശ്വര്യമില്ല. അപ്പോൾ ഭഗവത് ധ്യാനത്തോടുകൂടെ എഴുന്നേൽക്കുക, ഭഗവത് ധ്യാനത്തോടുകൂടെ ഉറങ്ങുക, ഭഗവത് ധ്യാനത്തോടുകൂടെ പകലൊക്കെ ജീവിക്കാം. പണിയൊക്കെ എടുത്തോളൂ, ജോലിയൊക്കെ ചെയ്തോളൂ. ഹസ്തൗച കർമ്മസു മനഃ തവ പാദയോർനഃ സ്മൃത്യാം ശിരഃ തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടിസ്സതാം ദർശനേസ്തു ഭവത്തനൂനാം വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു. കൈ പണിയെടുക്കട്ടെ എന്നാണ്, വാക്ക് ഗുണം കീർത്തനം ചെയ്യട്ടെ. അതിനാണ് ഈ മഹാരാഷ്ട്ര സന്തുക്കളുടെ കഥകളൊക്കെ ഇവർ പറയണത്. ഒക്കെ ഓരോ ജോലി എടുത്തുകൊണ്ടിരുന്നവരാണ്, പലരും സന്യാസികളൊന്നുമല്ല. പലചരക്ക് കച്ചവടം, കൃഷിപ്പണി, എന്തിന് തോട്ടിപ്പണി. വലിയൊരു ഭക്തനായിരുന്നു ചോക്കാമേള, തോട്ടിയായിരുന്നു. മലം കോരി ക്ലീൻ ചെയ്യുന്ന പണി. അദ്ദേഹം മരിച്ചുപോയത് ഒരു ആക്സിഡൻറ്റിലാണ്. മൊത്തത്തിൽ ഒരു ബിൽഡിംഗ് വീണ് അതിനകത്ത് മരിച്ചുപോയി. അപ്പോൾ നാമദേവൻ ഈ ചോക്കാമേളയുടെ ശരീരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ബോൺ, ആ എല്ലെടുത്ത് ഇങ്ങനെ വെച്ച് നോക്കിയത്രേ. ആ എല്ലിൽ വിഠല 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 എന്ന് കേട്ടു. എന്നുവെച്ചാൽ നാമം, ഭഗവൻ നാമം ശരീരത്തിൽ ഓരോ കോശത്തിൻ്റെ ഉള്ളിലും കയറിയിരുന്നിരിക്കുന്നു. അത്രയേ ഉള്ളൂ. ഭഗവാന്റെ ആ നാമം ഓരോ കോശത്തിൻ്റെ ഉള്ളിലും കയറിയിരുന്നിരിക്കുന്നു. വലിയ വലിയ ജ്ഞാനികൾ, ജീവൻ മുക്തന്മാരായിട്ടുള്ള മഹാപുരുഷന്മാർ പോലും സാമാന്യ ജനങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരു ചെറിയ പ്രിസ്ക്രിപ്ഷനാണ്, ഇത് ജപിച്ചോളാന്നാണ്, ഇത് മതി എന്നാണ്. വാൽമീകിക്ക് മരാ മരാ എന്ന് പറഞ്ഞു കൊടുത്തു എന്ന് പറയണ പോലെ ശൈവ സിദ്ധാന്തത്തിൽ ശിവഭക്തന്മാരൊക്കെ ഈ പഞ്ചാക്ഷരത്തിന് എങ്ങനെ എഴുതി കൊടുത്തു, കൊണ്ടുപോയിക്കൊള്ളാം എന്നാണ്. ശങ്കരാചാര്യർ തന്നെ പറഞ്ഞു, ഒരു കൂട് കെട്ടിത്തരാം എന്നാണ്. പഞ്ചാക്ഷരി പഞ്ചരം. പഞ്ചരം എന്ന് വെച്ചാൽ കൂട്, ഒരു ക്യാപ്സ്യൂൾ. ഇപ്പം ഇങ്ങനെ ഒരു കൂട് പോലെയാണല്ലോ ക്യാപ്സ്യൂൾ, അതിനകത്താണ് മരുന്ന്. അതുപോലെ ദാ ഒരു ക്യാപ്സ്യൂൾ തരാം എന്നാണ്. പഞ്ചാക്ഷരി പഞ്ചരരഞ്ജിതാഭ്യാം നമഃശിവാഭ്യാം പരമ ഔഷധാഭ്യാം. പഞ്ചാക്ഷരി പഞ്ചരരഞ്ജിതാഭ്യാം. ഞാനൊരു കൊച്ചുകുട്ടിക്ക് ശരീരത്തിന് ഒത്തിരി വയ്യാതായ സമയത്ത് മരുന്നൊക്കെ കൊടുത്തു. പക്ഷെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് കഥ എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് ഞാൻ ഈ ഒരു കഥയൊക്കെ പറഞ്ഞു കൊടുത്ത്, നമഃശിവാഭ്യാം പരമൗഷധാഭ്യാം നമഃശിവാഭ്യാം പരമൗഷധാഭ്യാം നമഃശിവാഭ്യാം പരമൗഷധാഭ്യാം ഇങ്ങനെ ജപം ചെയ്യാൻ ഒരു കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. കുറേ ദിവസം കഴിഞ്ഞിട്ട് ഞാനൊരു വീട്ടിലേക്ക് കയറുമ്പോൾ അവിടെ 2 അമ്മമാർ എനിക്ക് ആരത്തി എടുക്കുക. അപ്പോൾ ആരത്തി എടുക്കുമ്പോൾ അമ്മ എന്തോ ജപം ചെയ്യുന്നുണ്ട്. ചെവിയിലിങ്ങനെ കേട്ടു നോക്കിയപ്പോൾ അവർ പറയണത് നമഃശിവാഭ്യാം പരമൗഷധാഭ്യാം എന്ന് പറഞ്ഞിട്ടാണ് ആരത്തി എടുക്കുന്നത്. ഈ ആരത്തിയൊക്കെ ഇതിനാണല്ലോ. അപ്പോൾ
ഞാൻ ചോദിച്ചു, ഇതൊക്കെ കഴിഞ്ഞിട്ട് അവരെ വിളിച്ചു ചോദിച്ചു, ഇത് ഈ മന്ത്രം എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആ കൊച്ചുകുട്ടി കഥ പറഞ്ഞു കൊടുത്തുള്ളൂ. ആ കുട്ടി ഇവരെ പിടിച്ച് ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുകയാണ്, ദീക്ഷ കൊടുത്തിരിക്കുകയാണ്. ഇത് ജപിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. നമഃശിവാഭ്യാം പരമൌഷധാഭ്യാം ആണ്. എന്നുവെച്ചാൽ സകല ദോഷങ്ങൾ നിവൃത്തിയായിക്കോളും എന്നാണ്. ജപിച്ചോളൂ. കൊച്ചു അപ്പോൾ കുട്ടികളുടെ ഉള്ളിലേക്ക് എങ്ങനെയാണ് പോകുന്നത് നോക്കൂ. കൊച്ചുകുട്ടികളുടെ ഉള്ളിലേക്കാണ്. അപ്പോൾ വലിയ ഔഷധമാണ്. നമഃശിവാഭ്യാം പരമൌഷധാഭ്യാം പഞ്ചാക്ഷരി പഞ്ചരരഞ്ജിതാഭ്യാം. ഒരു കൂടാണെന്നാണ് അതിനകത്ത്. അതുപോലെ നാരായണ ഒരു നാമം, രാമ ഒരു നാമം. അതിനകത്ത് എന്തൊക്കെ വേണോ ഒക്കെ സാരമൊക്കെ ആ നാമത്തിൻ്റെ ഉള്ളിൽ അടക്കി വച്ചിരിക്കും. തത്രാർപ്പിതാച്ച നിജ സർവശക്തി. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഭഗവാന്റെ ആ നാമത്തിൽ നിജശക്തി മുഴുവൻ അർപ്പണം ചെയ്ത് വെച്ചിരിക്കുന്നു, ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. സ്മരണേന കാലഹ, ടൈം പോരാ. അപ്പോൾ വളരെ എളുപ്പമാണ് അധ്യാത്മസാധന, വളരെ എളുപ്പമാണ്. ഋഷികൾ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ടാബ്ലറ്റ് തന്നാൽ നിങ്ങളൊന്നും വേണ്ട, ആ ടാബ്ലറ്റ് ഇങ്ങനെ കഴിച്ചാൽ മതി. എല്ലാ മഹാപുരുഷന്മാരും ഈ അധ്യാത്മസാധനയെ വളരെ സരളമായി വഴിയെ പറഞ്ഞു കൊടുത്തു. ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് പറഞ്ഞു ഒരാൾ, എനിക്ക് എന്തെങ്കിലും ഉപദേശിക്കൂ എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഉപദേശം എന്താണ്? എന്ന് വെച്ചാൽ അടുത്തുള്ളത്. ദേശം, അടുത്തുള്ള ദേശം എന്താണെന്ന് വെച്ചാൽ ആത്മാവാണ്. അതിനെ അറിയൂ. അറിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും അറിയാനില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു, മനസ്സ് നിൽക്കണില്ലല്ലോ ഭഗവാനെ. മനസ്സിനെ ഏതെങ്കിലും ഒന്നിൽ നിർത്തുക, ഏകത്തിൽ നിർത്തുക. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ എന്ത് സാധനയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്ത് ചെയ്യാം, നിങ്ങളുടെ ബുദ്ധി വളരെ കോംപ്ലക്സാണ്. ഇല്ലെങ്കിൽ ഞാൻ പറയും നാമം ജപിക്കൂ എന്ന് പറയും. നിങ്ങളുടെ ബുദ്ധി വളരെ ജടിലമാണ്, ഒരുപാട് പഠിച്ച് ചിന്തിച്ചൊക്കെ വച്ചിരിക്കും. ഇല്ലെങ്കിൽ കാര്യം വളരെ എളുപ്പമാണ്. വളരെ സരള ബുദ്ധിയാണെങ്കിൽ ഒരു നാമം ജപം ചെയ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തൃപ്തനാവും. തൽക്കാലം നിങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, മനസ്സിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഏതിൽ ഏകാഗ്രപ്പെടുവോ അതിൽ നിർത്തും. എന്നിട്ട് പതുക്കെ 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 അതിനെ ആത്മസ്വരൂപത്തിലേക്ക് തിരിച്ചു വിടുക. ഇതാണ് പ്രക്രിയ. മനസ്സ് ബഹിർലോകത്തിൽ ഒരു എള്ളോ കടുകോ ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പെറുക്കി കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടാണല്ലോ. അതുപോലെ സ്കാറ്റേർഡാണ്, വിക്ഷിപ്തമാണ്. അതിനെ പതുക്കെ സ്വാംശീകരിച്ചു കൊണ്ടുവന്ന് ഹൃദയത്തിൽ നമ്മളുടെ സ്വരൂപത്തിൽ ശാന്തമായിട്ട് നിർത്തണം. ഇതാണ് അധ്യാത്മജീവിതം. ഇത് പറയുമ്പോഴാണ് അർജുനൻ പറഞ്ഞത്, ഭഗവാനെ ചഞ്ചലം ഹിമന കൃഷ്ണ. നമുക്ക് വേണ്ടി പറയാം, ഭഗവാനെ മനസ്സ് വളരെ ചഞ്ചലമാണ്, പ്രമാധി, തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകുന്നു, ബലമായി പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു. തസ്യാഹം നിഗ്രഹം മന്യേ വായോറിവ സുദുഷ്കരം. അതിനെ പിടിച്ചു നിർത്തുക എന്നുള്ളത് കാറ്റ് പിടിച്ച് കെട്ടിയിടുന്ന പോലെയാണ്, വായുവിനെ നിഗ്രഹം ചെയ്യുന്ന പോലെ ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നീ പറയണത് ശരിയാട്ടോ എന്ന്. അസംശയം മഹാബാഹോ. ആദ്യം അങ്ങനെ തന്നെ പറയണം. എന്താണെന്ന് വെച്ചാൽ ഈ പേഷ്യൻ്റ് പറയണതൊക്കെ ശരിയാണെന്ന് ഡോക്ടർ സമ്മതിച്ചാലേ ഡോക്ടർ പറയണത് പേഷ്യൻ്റ് കേൾക്കുകയുള്ളൂ, അല്ലെങ്കിൽ കേൾക്കില്ല. ഈ ഡോക്ടർക്കൊന്നും അറിയില്ല എന്ന് പറയും. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നീ പറയണത് ശരിയാ, അസംശയം മഹാബാഹോ മനോദുർനിഗ്രഹം ചലം. മനസ്സ് ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ് പിടിച്ച് നിർത്താൻ. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കണ്ടേ അല്ലേ? ഒരു രോഗം വളരെ ബുദ്ധിമുട്ടാണ്, പക്ഷേ നമ്മൾ പോകണ്ടല്ലോ ആസ്പത്രിക്ക്. വളരെ വിഷമമാണെങ്കിലും ഒന്ന് ചികിത്സിച്ച് നോക്കണുണ്ടല്ലോ. അവരാദ്യം തന്നെ എഴുതി സിഗ്നേച്ചറൊക്കെ ഇട്ട് വാങ്ങിക്കും. നമ്മൾ പലപ്പോഴും വായിച്ചു നോക്കാറില്ല എന്താ എഴുതിയിരിക്കണമെന്ന് വെച്ചാൽ, ആൾ പോയാലും നിങ്ങൾ കേസ് കൊടുക്കരുത് എന്നാണ്. മുൻകൂർ ജാമ്യം എഴുതിയിട്ട് വാങ്ങിക്കും.
ഒരു വൈദ്യനെ പുറത്ത് എവിടെയോ യാത്രയ്ക്ക് പോയി, പഴയ കഥയാണ്. തിരിച്ചു വരുമ്പോൾ ആ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ശവം നിന്ന് കത്തുക ശ്മശാനത്തിൽ. അപ്പോൾ ആ വൈദ്യൻ ചോദിച്ചു, ഞാനും ഇവിടെ ഇല്ല, എൻ്റെ അനിയനും ഇവിടെ ഇല്ല, പിന്നെ ആരാ ഈ പണി പറ്റിച്ചത്? നാഹം ഗതോ നമേ ഭ്രാത കസ്യേതം ഹസ്തലാഘവം. അപ്പോൾ എഴുതി കൊടുക്കുകയാണ്, എന്താ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടണം. അപ്പോൾ മനസ്സിന് എങ്ങനെയെങ്കിലുമൊക്കെ ശാന്തി വേണം, ആനന്ദം വേണം, തൃപ്തി വേണം, മനസ്സമാധാനമാണ്. അതെങ്ങനെ സാധിക്കും? അഭ്യാസേന തു കൗന്തേയ വൈരാഗ്യേണ ച ഗൃഹ്യത്തെ. ഭഗവാൻ പറഞ്ഞു, ഹേ അർജുന, അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും. അഭ്യാസം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു മെത്തേഡ്, ഒരു വഴി ഉണ്ടാവും നമുക്ക്. വൈരാഗ്യമോ മറ്റു വിഷയങ്ങളിൽ മനസ്സിനെ വിക്ഷിപ്തമാവാൻ അനുവദിക്കാതിരിക്കലാണ് വൈരാഗ്യം. അഭ്യാസം ഭഗവാന്റെ നാമജപമാണെങ്കിൽ അത് തന്നെ മതി. ഇപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഭഗവൻ നാമജപം. വളരെ ലളിതമായ സരളമായ പ്രാക്ടിക്കലായ ഒരു വഴി, ഒരു ടാബ്ലറ്റ് കഴിക്കുന്ന പോലെയുള്ള ഒരു വഴി. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, യജ്ഞാനാം ജപയജ്ഞോസ്മി. എല്ലാ യജ്ഞങ്ങളിലും വലിയ ഒരു യജ്ഞം ഈ ജപയജ്ഞമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു അല്ലേ? ഇപ്പോൾ ഹോമം പൂജ ഒക്കെ ചെയ്യുമ്പോൾ ആരെ കൊണ്ടെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കും, നമ്മൾ പണം മാത്രം കൊടുക്കും. ഇപ്പം ചിലർ അമേരിക്കയിൽ നിന്ന് ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഇവിടെ പൂജ ചെയ്യാനായിട്ട്. എത്ര കണ്ട് ഇഫക്റ്റ്? ആ ധനം കൊടുത്തു എന്നുള്ള ഫലം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, ഇത്ര ജപം ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ദുഃഖമുണ്ടോ, ഇത്ര ജപം ചെയ്യാം. അപ്പോൾ ജപം, നാമജപം, മന്ത്രജപം രണ്ടല്ല. പ്രായോഗികമായ കാര്യമാണ് പറയണത്, വളരെ പ്രായോഗികമായ കാര്യം. മന്ത്രജപം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഉപദേശം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മന്ത്രമാണ്. അത് പ്രണവത്തോടു കൂടിയോ ബീജാക്ഷരങ്ങൾ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ടോ ഒക്കെ ആവാം. അങ്ങനെയല്ല, നിങ്ങളായിട്ട് അതൊന്നുമില്ലാതെ ഒരു നാമം എടുത്ത് മനസ്സിൽ അല്ലെങ്കിൽ ഉറക്കെ ജപിക്കുകയാണെങ്കിൽ അത് നാമജപം. എങ്ങനെയാണെങ്കിലും വേണ്ടില്ല, ജപയജ്ഞമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഒരു സാധന, ഒരു പ്രാക്ടീസ്, മനസ്സിന് ശാന്തിക്കുള്ളൊരു വഴി. ഇത് ജപയജ്ഞം, അതാണ് ഇപ്പോൾ പറയാൻ പോണത്. നമ്മൾ മനസ്സ് എന്ന് പറയുമ്പോൾ ചിത്തവൃത്തികളാണ്, തോട്ട്സാണ്. അല്ലാതെ മനസ്സ് എന്ന് പറഞ്ഞൊരു സാധനമൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി ഒരു സർജറി ചെയ്തിട്ട് വരാം. ഇത്തിരി വേണ്ടാത്ത ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് അല്ലേ? ആളുകളിപ്പോൾ എന്തൊക്കെയോ മാറ്റി വയ്ക്കണു. കിഡ്നി മാറ്റി വയ്ക്കണു, കിഡ്നിയൊക്കെ ചിലപ്പോൾ മോഷണം പോകണു. ഒരാൾ പറഞ്ഞു, ആസ്പത്രിയിൽ പോയി എന്തോ സർജറി കഴിഞ്ഞ് 5-6 വർഷം കഴിഞ്ഞ് അടുത്ത സർജറിക്ക് പോയപ്പോഴാണ് അറിഞ്ഞത് കഴിഞ്ഞ സർജറിയിൽ ഒരു കിഡ്നി മോഷണം പോയി. സൂക്ഷിച്ചോളാം. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നുമല്ല, മനസ്സെങ്ങനെ പിടികിട്ടുന്ന സാധനമല്ലല്ലോ. അത് വെറും ഭ്രമമാണെന്നാണ് വേദാന്തം പറയണത്. മനസ്സെന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല എന്നാണ് പറയണത്. രമണ ഭഗവാൻ പറയണത്, മാനസം തുക്കിം മാർഗണേ കൃതേ നൈവ മാനസം മാർഗ ആർജവാത്. വേദാന്തം അതിന് ദൃഷ്ടാന്തം പറയണത്, ഒരു കയറിനെ പാമ്പായിട്ട് കണ്ടു, പേടിച്ചു, അത് കടിച്ചു എന്ന് തോന്നി. ഇപ്പം ഈ തോന്നലിനൊക്കെ ഇതാണ് മനസ്സ്. അത് കയറായിട്ട് കണ്ട മനസ്സേ ഇല്ല. അതിനെ പാമ്പായിട്ട് കാണുകയും അത് പടമെടുത്ത പോലെ തോന്നുകയും കടിച്ച പോലെ തോന്നുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനെന്താ ഇപ്പോൾ പരിഹാരം അല്ലേ? വെളിച്ചം, ലൈറ്റ് കൊണ്ടുവന്ന് അടിച്ച് നിവൃത്തിപ്പിക്കണം. ബോംബെയുടെ ഈ കഥ ചൊല്ലട്ടുമോ? ഇവിടെ ഉണ്ട് നമ്മുടെ ഒരു ഡിവോട്ടി, ഒരു ഭക്തൻ. അദ്ദേഹം ഒരു നല്ല രസമായ കഥ പറഞ്ഞു, വളരെ രസമായ കഥ കേട്ടോ.
അദ്ദേഹത്തിന് 19 വയസ്സിലോ മറ്റോ ജോലി കിട്ടി. തിരുവനന്തപുരം കഴിഞ്ഞ് അഞ്ചലിൽ കാട്ടിൻ്റെ ഉള്ളിൽ, എനിക്ക് ഈ കയറുപാമ്പിനേക്കാളും വളരെ ഇഷ്ടപ്പെട്ടു അത്. ജോലി കിട്ടി. നല്ല ഏകാന്തമായ കാട്ടിൽ മലയുടെ മേലെ ഒരു ചെറിയ ബംഗ്ല, കൂടെ താമസിക്കാൻ ആരുമില്ല, ഒരു ജോലിക്കാരൻ മാത്രം. അപ്പം അവിടെ താമസത്തിന് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് തന്നെ പേടി. ഈ ജോലിക്കാരൻ ഇത്തിരി ധൈര്യം തന്നാൽ വേണ്ടില്ല. അയാൾ പറഞ്ഞു, സ്വാമി സൂക്ഷിക്കണം കേട്ടോ, ഇവിടെ യക്ഷിയുണ്ട്. യക്ഷിയെ പലരും കണ്ടിട്ടുണ്ട്. ഈ കേരളത്തിൽ മാത്രം കാണുന്ന ഒരു കൂട്ടരാണ് യക്ഷികൾ. അതും വെറ്റല ചോദിക്കും, ചുണ്ണാമ്പ് ചോദിക്കും, ഇങ്ങനെയൊക്കെയാണത്. അപ്പോൾ യക്ഷിയുണ്ട് എന്ന് പറഞ്ഞത്രേ. അപ്പോൾ പേടിച്ച് രാത്രിയാണെങ്കിൽ ഒന്നിനു പോകണമെങ്കിൽ പുറത്ത് പോകണം. രാത്രി മുഴുവൻ ഒരുമാതിരി കഴിച്ചു കൂട്ടിയിരുന്നു. ഇയാളാണെങ്കിലോ പുറത്തുള്ള റൂമിലാണ്. എന്നിട്ട് രാവിലെ ഒരു 3 മണിയാകുമ്പോൾ നിവൃത്തിയില്ലാതെ പുറത്ത് പോയി ബാത്റൂം പോയിട്ട് തിരിച്ച് ഉള്ളിലേക്ക് വരുമ്പോൾ റൂമിൽ ഒരു സ്ത്രീ നിൽക്കുന്നു. അദ്ദേഹം പറഞ്ഞു, പേടിച്ചു പോയി, വല്ലാതെ പേടിച്ചു പോയി. കണ്ണ് നല്ലവണ്ണം, കാരണം അവിടെ ആരുമില്ല, കണ്ണ് നല്ലവണ്ണം വിരിച്ചു നോക്കി. അവരവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കണു. അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ അവരിങ്ങോട്ട് വന്നു. അപ്പോൾ പിന്നെ പേടിച്ചു പോയി, അലറി വിളിച്ച് ഓടി ആ പണിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് നോക്കൂ, ഉള്ളിലൊരു സ്ത്രീ നിൽക്കണു. സ്ത്രീ ഒന്നുമില്ല, നിൽക്കണു, ഞാൻ കണ്ടതാണ്, വരൂ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചെന്ന് ലൈറ്റ് ഇട്ടു. അതെന്താ അറിയോ, ഒരു ബോംബെ ഡൈയിങ് കലണ്ടർ. അത് കാറ്റടിച്ചാൽ ഇങ്ങോട്ട് മുമ്പിലേക്ക് വരും, കാറ്റ് അങ്ങോട്ട് അടിക്കുമ്പോൾ അങ്ങോട്ട് പോകും. അപ്പം അത് ഫുൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലരും. അത് ഫുള്ളായിട്ടുള്ള ഒരു ഫിഗറാണ്, ഒരു സ്ത്രീയുടെ രൂപം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ആ സമയത്തുള്ള സിറ്റുവേഷൻ അല്ലേ. അപ്പം ഉണ്ടായ പേടിയും യക്ഷിക്കഥയും പരത്ര പൂർവദൃഷ്ടാനുഭവ. അധ്യാസത്തിന് ശങ്കരാചാര്യർ പല ദൃഷ്ടാന്തങ്ങൾ പറയുമ്പോൾ പലതും കേട്ടൊക്കെ ബുദ്ധിയിൽ വെച്ചിട്ടുള്ളത് ഒരു സ്ഥലത്ത് കണ്ട് അതിൻ്റെ മേലെ ആരോപണം ചെയ്ത് പേടിക്കും. ഇങ്ങനെയാണ് മനസ്സ്. ഇതാണ് മനസ്സ്. ഇത് സ്ത്രീയാണ്, ഇത് പുരുഷനാണ്, ഇത് ഭംഗിയാണ്, ഇത് സുഖമാണ്, ഒക്കെ ആരോപണം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൊന്തി വരാം. അപ്പം ശരിക്കും മനസ്സടങ്ങണമെങ്കിൽ വാസ്തവമായ അറിവ് വരണം, ജ്ഞാനം വരണം. കയറിനെ കയറായിട്ട് കണ്ടാൽ പിന്നെ മനസ്സൊന്നുമില്ല. അതുപോലെ ഈ കാണുന്നതൊക്കെ ആത്മസ്വരൂപമാണ് എന്നറിഞ്ഞു കഴിയുമ്പോൾ മനസ്സ് ശാന്തവും. ഞാൻ ആത്മാവാണ്, എനിക്ക് ശരീരവും മനസ്സും ഒന്നുമില്ല എന്നറിഞ്ഞു കഴിയുമ്പോൾ ശാന്തവും. ജഗത്ത് മുഴുവൻ വിഷ്ണു സഹസ്രനാമത്തിലെ ആദ്യത്തെ നാമം ശരിക്കും അറിഞ്ഞാൽ മനസ്സുണ്ടാവില്ല. എന്താ ആദ്യത്തെ നാമം? വിശ്വം ആണ് അല്ലേ. ഈ വിശ്വം തന്നെ ഭഗവാന്റെ സ്വരൂപമാണ്. ഞാനിപ്പോൾ വരണതിന് തലേ ദിവസം ഒരു യൂറോപ്യൻ, ഒരു വെള്ളക്കാരൻ, അദ്ദേഹം ഒരു സായിപ്പ്, അയാൾ വന്നു, വയസ്സായ, അവിടെ തന്നെ തിരുവണ്ണാമലയിൽ താമസിക്കുന്ന ആളാണ്, നല്ല ഭക്തനാണ്. അദ്ദേഹം മുമ്പിൽ വന്നിരിക്കുമ്പോൾ തന്നെ എനിക്ക് സത്സംഗത്തിന് നല്ല സുഖം ഉണ്ടാവും. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു വ്യൂ പറഞ്ഞു, ഈ കാണുന്ന വിശ്വം, ദ എൻറ്റയർ യൂണിവേഴ്സ് ഈസ് എ സിംഗുലർ യൂണിറ്റ് which is throbbing with I and which is breathing and which is divine. ഈ കാണുന്ന വിശ്വം ഒരു അഖണ്ഡമായ അദ്വയമായ ഒരു വ്യക്തിത്വമായിട്ട് എനിക്ക് തോന്നുന്നു. അത് ശ്വാസപ്രശ്വാസം ചെയ്യുന്നത് എനിക്ക് അനുഭവപ്പെടുന്നു. ഇതൊക്കെ പറഞ്ഞ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു ആ പ്രയോഗങ്ങൾ അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ വിശ്വത്തിനെ മുഴുവൻ വിഷ്ണുവായിട്ട് കാണുക എന്ന് പറയുന്നത് അതാണ്. വിശ്വസ്മൈ നമഃ, വിഷ്ണവേ നമഃ. വിശ്വം വിഷ്ണു എന്നെടുത്താലും ശരി, ഈ വിശ്വം തന്നെ വിഷ്ണുവാണ്. അങ്ങനെ കണ്ടു കഴിയുമ്പോൾ മനസ്സെവിടെ? പിന്നെ മനസ്സൊന്നും പ്രവർത്തിക്കില്ല. ഇത് സ്ത്രീയാണ്, ഇത് പുരുഷനാണ്, ഒന്നുമില്ല.
ത്വം സ്ത്രീ ത്വം പുമാനസി ത്വം കുമാര ഉത വാ കുമാരീ ത്വം ജീർണോ ദണ്ഡേന വഞ്ചസി ത്വം ജാതോ ഭവസി വിശ്വതോ മുഖഃ വിശ്വതശ്ചക്ഷുരുത വിശ്വതോ മുഖോ വിശ്വതോ ഹസ്ത ഉത വിശ്വതസ്പാത്. ശ്രുതി ഉപനിഷത്ത് ശ്വേതാശ്വതരമാണ് ഇപ്പോൾ പറഞ്ഞ മന്ത്രം. ത്വം സ്ത്രീ ത്വം പുമാനസി ത്വം കുമാരഃ ഉത വാ കുമാരി. നീ സ്ത്രീയാണ്, നീ പുരുഷനാണ്, നീ കുമാരനാണ്, നീ കുമാരിയാണ്. വൃദ്ധനായി നടക്കുന്നതും ഹേ മഹാദേവ അവിടുന്നാണ്. ഇങ്ങനെ കാണുമ്പോൾ മനസ്സില്ല, പക്ഷേ അത്തരത്തിലുള്ള ജ്ഞാനത്തിന് റിസീവ് ചെയ്യണമെങ്കിലും മനസ്സിത്തിരി വഴങ്ങണം. അപ്പോൾ ചിലപ്പോൾ തലയ്ക്ക് സുഖമുള്ള ആൾക്ക് അതിന് അനുസരിച്ച് മരുന്ന് കൊടുക്കണം. അതുപോലെ ഒരു മരുന്നാണ് ഈ മന്ത്രജപം, ഭഗവൻ നാമജപം. നമുക്ക് ഇത്തിരി കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ വലിയ കാര്യം. പലപ്പോഴും പറയും, നിങ്ങൾ ഒരു മനസ്സിൽ വരുന്നതൊക്കെ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുക. ഇങ്ങനെ പറയണം, റൂമിലിരുന്നിട്ട് പറഞ്ഞ് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഇട്ട് കേട്ടോളൂ. നിങ്ങൾ തന്നെ ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയിക്കോളൂ. എനിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് പറയാം. അപ്പം സൈക്കാട്രിസ്റ്റ് ചോദിച്ചു, എങ്ങനെയാണ് മനസ്സിലായത് എന്ന് ചോദിച്ചു. ഇങ്ങനെ കേട്ടു. അപ്പം സൈക്കാട്രിസ്റ്റ് കേട്ടു നോക്കിയാൽ അദ്ദേഹത്തിന് തോന്നും കുഴപ്പമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ മനസ്സ് വിഭ്രാന്തമാണ്. പിത്തം തെളിയ മരുന്ന് ഒന്നിരിക്കുന്നത്. രമണ മഹർഷി പറഞ്ഞു, ഈ ഭഗവത് അനുഭവം പൈത്യ മരുന്ന് എന്ന് പറഞ്ഞു. അരുണാചലത്തിന് ഭ്രാന്തിന് ഒരു മരുന്നാണ്. ആ മരുന്ന് എന്താണ്? ഭഗവാന്റെ നാമമാണ്, മന്ത്രമാണ്. രമണ മഹർഷി പോലും അതാണ് ആശ്രയിച്ചത്. അരുണാചലം എന്നുള്ളിലിങ്ങനെ സ്പന്ദിച്ചുകൊണ്ടേയിരുന്നു. അതാണ് ജ്ഞാനത്തിന് ബീജം. പെയർ നിനൈത്തിടവേ പിടിത്തിഴുത്തനൈ. ആ ഭഗവൻ നാമം തന്നെയാണ് ഉള്ളിലിങ്ങനെ സ്പന്ദിച്ചുകൊണ്ടിരുന്നത്. നാമം എന്താ? ആ വസ്തുവിനെ പ്രദ്യോതനം ചെയ്യുന്ന, ധ്വനിപ്പിക്കുന്ന ഒരു വസ്തു, ഒരു സജഷനാണ് നാമം, ഒരു മുദ്രയാണ് നാമം. അത് ബ്രഹ്മത്തിനെ പ്രകാശിപ്പിക്കുന്ന ഒരു മുദ്ര മാത്രമാണ് നാമം. ആത്മാവിനെ പ്രകാശിപ്പിക്കുന്ന ഒരു മുദ്ര മാത്രമാണ് നാമം. അപ്പോൾ ആ നാമത്തിനെ അങ്ങനെ ആദ്യം എടുക്കുന്നു ഉള്ളിൽ ഒരു ശബ്ദം, എന്നിട്ട് പതുക്കെ ജപം ചെയ്ത് തുടങ്ങാം. ആദ്യം മാനസികമായിട്ടൊന്നും ജപിക്കണ്ട. പലരും പറയും ജപമൊക്കെ ചെയ്യണം, മനസ്സ് നിൽക്കണില്ല എന്ന്. മനസ്സൊന്നും നിൽക്കില്ല. മനസ്സിന് ഒരു ഹോൾ വേൾഡ് ടൂർ ടിക്കറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ട് ജപിക്കാം. മനസ്സിനോട് പറയാം, നിങ്ങൾ എവിടെ വേണമെങ്കിൽ പോയിക്കോളൂ, എന്ത് വേണമെങ്കിൽ ചിന്തിച്ചോളൂ, ഞാൻ ഒരു ദിവസം രാവിലെ മുതൽ രാത്രിക്കുള്ളിൽ ഇത്ര ജപം ചെയ്യും. എന്തേ പറ്റില്ലേ? ഇങ്ങനെ ഇരുന്നൊന്നും ജപിക്കണ്ട, നിങ്ങൾ നടന്ന് ജപിക്കാം. നോക്കൂ, ഒരുപാട് സ്പിരിച്വൽ ട്രഡീഷൻസിൽ വാക്കിംഗ് മെഡിറ്റേഷൻ ഉണ്ട്. ബൗദ്ധന്മാരുടെ നടുവിൽ ബുദ്ധിസ്റ്റിന് അവർ പ്രതിദിനമുള്ളതാണ് വാക്കിംഗ് മെഡിറ്റേഷൻ. അതൊക്കെ ഇന്ന് പല ആളുകളും പോയി ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസിലൊക്കെ പോയി ചെയ്യുന്നുണ്ട് വാക്കിംഗ് മെഡിറ്റേഷൻ. നമ്മൾക്കത് സഹജമാണ്. ഇപ്പോൾ പൂർണ്ണത്രയീശൻ്റെ അമ്പലത്തിൽ ഇങ്ങനെ ഒന്ന് പ്രദക്ഷിണം വന്നാൽ മതി. വടക്കനാഥനെ ചുറ്റി ഒരു പ്രദക്ഷിണം വന്നാൽ ധാരാളം പഞ്ചാക്ഷരം ജപിക്കാം. വടക്കനാഥന് മൊത്തത്തിൽ പുറമേക്കൊന്ന് ചുറ്റിക്കഴിഞ്ഞാലുണ്ടല്ലോ 1 കിലോമീറ്ററിൽ മേലെ ആവും. ധാരാളം പഞ്ചാക്ഷരം ജപിക്കാം. അപ്പോൾ അരുണാചലത്തിൽ ഗിരിപ്രദക്ഷിണം 4 മണിക്കൂറാണ്. 3.5 മണിക്കൂർ 4 മണിക്കൂറാവും. പ്രതിദിനം ഗിരിപ്രദക്ഷിണം ചെയ്യുന്നവരുണ്ട്. പ്രതിദിനം ഈ 4 മണിക്കൂർ, ചില ദിവസങ്ങളിൽ 2 പ്രദക്ഷിണമൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. ഈ 4 മണിക്കൂർ പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ട് സഞ്ചാര സമാധി എന്നാണ്. സഞ്ചാര സമാധി എന്നാണ്. അത് ചരിച്ചുകൊണ്ടേ നടന്നുകൊണ്ടേ ഉള്ള ഒരു ഡൈനാമിക് മെഡിറ്റേഷനാണ്. ഡൈനാമിക് മെഡിറ്റേഷൻ. ഇങ്ങനെ ഇരുന്നാൽ പോലും ചിലപ്പോൾ മനസ്സ് വഴങ്ങില്ല, പക്ഷെ നടന്നുകൊണ്ട് ജപിച്ചാൽ എളുപ്പത്തിൽ നടക്കും. അതുകൊണ്ട് ഒരു ജപമാല കയ്യിൽ വെച്ചുകൊണ്ട് ഇത്ര ജപം ചെയ്യും എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നുകൊണ്ട് ജപിച്ചാൽ അത് അഭ്യാസമാവും.
ഇരുന്നു കൊണ്ട് കുറച്ച് നേരം, നടന്നുകൊണ്ട് കുറച്ച് നേരം, എഴുതിക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം. ലിഖിത ജപം ഇതൊക്കെ പ്രായോഗികമായ കാര്യമാണ് പറയണത്. എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഇത്. ഈ ജപം അഭ്യാസത്തിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വയസ്സായി കഴിഞ്ഞ് നമുക്കൊന്നും ശ്ലോകമൊന്നും പറ്റിയില്ലെങ്കിലും, കണ്ണ് കാണുന്നില്ലെങ്കിലും, ഭാഗവതമൊന്നും വായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും, ചെവി കേൾക്കണില്ലെങ്കിലും നമ്മളിൽ തന്നെ ആനന്ദമായിട്ടിരിക്കും. നമ്മളിൽ തന്നെ ആനന്ദമായിട്ടിരിക്കും. കിടന്ന കിടപ്പിൽ ജപം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാപുരുഷന്മാരെ ധാരാളം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉള്ളിൽ ആ സ്മരണ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ക്രമേണ. അപ്പോൾ ആ ജപം ആരംഭത്തിൽ വായ കൊണ്ട് ജപിച്ചാൽ മതി, വൈഖരി ജപം. ക്രമേണ ഒരു ദിവസം ഇപ്പോൾ അഷ്ടാക്ഷരി രാത്രി ആകുമ്പോഴേക്കും ഞാനൊരു 8000 ജപിക്കും എന്ന് വെച്ചോളൂ. 8000 അക്ഷര സഹസ്രം ദിവസം ജപിക്കുകയാണെങ്കിൽ കുറേ ദിവസം കഴിയുമ്പോൾ ഇടയ്ക്ക് 1-2 ദിവസം മനസ്സ് പിടിച്ചെടുത്തിട്ട് ജപിക്കും. എല്ലാ ദിവസമൊന്നും പറ്റില്ല. ചില ദിവസങ്ങളിൽ മനസ്സ് ഏകാഗ്രമായിരിക്കും, ചില ദിവസം പറ്റില്ല. അപ്പോൾ മനസ്സിനെ ആശ്രയിക്കരുത്. മനസ്സിനെ ആശ്രയിച്ചാൽ നിങ്ങളുടെ ജപം നടക്കില്ല. മനസ്സ് ഇന്നൊരു ദിവസം നല്ല മെഡിറ്റേഷൻ, നാളെ മനസ്സ് പറയും ഇന്നലെ മെഡിറ്റേഷൻ ചെയ്തില്ലേ, ഇന്ന് നമുക്ക് സിനിമയ്ക്ക് പോകാമെന്ന് പറയും. അതുകൊണ്ട് ഗാന്ധി ചെയ്ത പോലെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, മനസ്സിനെ കൂട്ടുപിടിക്കരുത്. മനസ്സായിട്ട് വന്ന് ചേരുകയാണെങ്കിൽ ചേരട്ടെ, മനസ്സ് നിങ്ങളുടെ കൂടെ കൂടുകയാണെങ്കിൽ കൂടട്ടെ. പക്ഷെ മനസ്സ് കൂടിയാലും കൂടിയിട്ടില്ലെങ്കിലും സന്ധ്യാവന്ദനാനുഷ്ഠാനങ്ങൾ, ജപം, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. കർത്തവ്യമേവേതി കാര്യമേവേതി യത്കർമ്മ നിയതം ക്രിയത്തെ അർജുന സംഗം തെക്വാ ഫലം ചെയ്വ. ഗീതയിൽ ഭഗവാൻ പറഞ്ഞു കാര്യമിത്യേവ, ഐ ഹാവ് ടു ഡു, ഇത് ഞാൻ ചെയ്യേണ്ടതാണ്, എനിക്ക് ശാസ്ത്രവിഹിതമാണ്, ഗുരുവിഹിതമാണ്. അതാണ് അതിന് കോല്. അതുകൊണ്ടാണ് ദീക്ഷയ്ക്ക് ബലം. ഒരു മഹാത്മാവ് നമുക്ക് ഉപദേശം തന്നു, നീ ഇത്ര ജപിക്കണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ആജ്ഞയാണ്. നമ്മളായിട്ട് തീരുമാനിച്ചാൽ നമ്മൾ ചിലപ്പോൾ വിട്ടുപോകും. ഗുരുവോ ശാസ്ത്രമോ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, അത് നമ്മൾ നിഷ്ഠയോടെ ചെയ്യും. അപ്പം നമുക്ക് എളുപ്പമാവും. അപ്പം നമ്മൾക്ക് രാത്രി ആകുമ്പോൾ ഉണ്ടല്ലോ, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു 10,000 ജപിച്ചു, രാത്രി ഉറങ്ങുമ്പോൾ അപ്പാ എന്തോ ചെയ്തു എന്ന് തോന്നും. നിങ്ങൾ ഈ ചന്ദനത്തിരിയോ കൽപ്പൂരോ കത്തിക്കണത് കൊണ്ടോ കടയിൽ നിന്നുള്ള പാളയംകുടം പഴം വാങ്ങിച്ചു കൊടുക്കണത് കൊണ്ടൊന്നും തൃപ്തി വരില്ല. നിങ്ങളായിട്ട് ഒന്ന് ചെയ്യണതാണിത്. ഇത്തിരി ഒന്ന് ഉദ്യമിച്ച് രാത്രി വരെ ജപം ചെയ്തു എന്നിട്ട് കിടക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു കൃതകൃത്യത ഉണ്ടാവും. അത് സാത്വികമായ കൃതകൃത്യതയാണ്, സാത്വികമായൊരു ഭാവമാണത്, വളരെ സാത്വികമായൊരു ഭാവം. അങ്ങനെ ജപം ചെയ്തു രാത്രിയാവുമ്പോൾ മനസ്സിനൊരു ശാന്തി ഉണ്ടാവും, ഒരു സന്തോഷം ഉണ്ടാവും. അപ്പം ഇങ്ങനെ ദീർഘകാല നൈരന്തര്യ സത്കാരാസേവിതോ ദൃഢഭൂമി. ശരിക്കും മന്ത്രമെന്ന് ഒരു ഗുരുവിൽ നിന്ന് കിട്ടുമ്പോൾ ഹി ഈസ് നോട്ട് ഗിവിങ് യു എ മന്ത്ര, ഹി ഈസ് ഗിവിങ് എ സ്റ്റേറ്റ്. മന്ത്രമല്ല, ഒരു അവസ്ഥയാണ് തരണത്, ഒരു ഭൂമികയാണ് തരണത്. അപ്പോൾ ആ ഭൂമിക നിങ്ങളുടെ ഉള്ളിൽ ആവർത്തിച്ച് അത് ചിലപ്പോൾ പ്രേമകലയായിരിക്കാം, ചിലപ്പോൾ ചിത് കലയായിരിക്കാം, ചിലപ്പോൾ ആനന്ദകലയായിരിക്കാം, ചിലപ്പോൾ ശാന്തിയുടെ കലയായിരിക്കാം. ഈ പദങ്ങളൊക്കെ നിങ്ങൾ ലളിതാ സഹസ്രനാമത്തിൽ കാണാം. ചിത് കല, ആനന്ദകലിക, പ്രേമരൂപ, പ്രിയങ്കരി, നാമപാരായണ പ്രീത, നന്ദിവിദ്യ, നട്ടേശ്വരി. ഈ ജപയജ്ഞം തന്നെയാണ് നന്ദിവിദ്യ. ആനന്ദായ യാ വിദ്യ പ്രയുജ്യത്തെ, ആനന്ദത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്ന വിദ്യയാണത്. അതാണ് നന്ദിവിദ്യ. നന്ദി എന്നുള്ളത് ശിവനൊരു പേരാണ്, നന്ദി എന്നുള്ളത് ആത്മാവിന് പേരാണ്. നന്ദികേശ്വരൻ എന്ന് വെച്ചാൽ നമ്മൾ ഋഷഭത്തിനെയും നന്ദിയെയും കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. നന്ദി വേറെ, ഋഷഭം വേറെ. നന്ദി തപസ് ചെയ്ത് ഭഗവാനെ പ്രാപിച്ചൊരു ഭക്തനാണ്. ഋഷഭരൂപം അദ്ദേഹത്തിന് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ നന്ദി, ഇപ്പോൾ ഔവയാർ വിനായക അഹവൽ എന്നൊരു കൃതിയുണ്ട്, ഔവയാരുടെ യോഗശാസ്ത്രമാണ് അതിലൊക്കെ. അതിൽ നന്ദി മഹന്തനൈ ജ്ഞാന കൊഴുന്തിനൈ എന്ന് ഗണപതിയെക്കുറിച്ച് പറയുമ്പോൾ നന്ദിയുടെ പുത്രൻ എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ നന്ദി ശിവനാണ്.
ശരിക്കും അപ്പോൾ നന്ദി ആനന്ദസ്വരൂപം. അപ്പോൾ ആ ആനന്ദം ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. നന്ദതി നന്ദതി നന്ദതി. അപ്പോൾ ആനന്ദം ഉണ്ടാവും ഹൃദയത്തിൽ. അതിന് ഈ ജപത്തിനെ ചെറിയ കാര്യം, ഒരുപാട് പഠിക്കാനില്ല, ഓർമ്മ വയ്ക്കാനില്ല, മറന്നു പോവില്ല, വളരെ എളുപ്പമായ ഒരു കാര്യമാണ് ഈ ജപം. വലിയ മഹാപുരുഷന്മാരൊക്കെ ഉണ്ടായത് ഈ ജപത്തിലൂടെയാണ്. തുക്കാറാമും നാമദേവനും ഏകനാഥസ്വാമിയും എല്ലാവരും ആ ഭക്തന്മാരൊക്കെ ഉണ്ടായത് അവരൊക്കെ ഏകാന്തത്തിലിരുന്ന് ഭഗവൻ നാമത്തിനെ ജപിച്ചു. നിങ്ങൾക്ക് രൂപധ്യാനം പറ്റിയിട്ടില്ലെങ്കിൽ അതുപോലും വേണ്ട, ഭഗവാന്റെ നാമം തന്നെയാണ് രൂപം. നാമം തന്നെ ഭഗവാനാണ്. ആ ഭഗവാന്റെ നാമത്തിനെ ആശ്രയിച്ചാൽ തന്നെ മതി. അരുണാചലം എന അഹമേ നിനൈപ്പവർ അഹത്തൈവേറുപ്പായ് അരുണാചല. അരുണാചലം എന്ന് സ്മരിക്കുമ്പോൾ തന്നെ ഉള്ളിലുള്ള അഹങ്കാരം, ജീവഭാവം, അജ്ഞാനം ഉള്ളിന്ന് പോയി പോകുന്നു. താരകം, മന്ത്രം താരകമാണ്. ആ മന്ത്രത്തിനെ ഉള്ളിൽ ധരിക്കുക. അത് എളുപ്പത്തിൽ വഴങ്ങിത്തരില്ല. നമുക്ക് നമ്മൾ അഭ്യസിക്കണം. നമ്മളുടെ മനസ്സ് ലോകത്തിൽ പോയി പല വിഷയങ്ങളെയും അനുഭവിച്ച് അഡിക്റ്റഡായി കഴിഞ്ഞു. ആ മനസ്സിന് ഭഗവാന്റെ നാമം, അതിൻ്റെ രസം അനുഭവിക്കാൻ ജീവിതം മുഴുവൻ ശീലിപ്പിക്കണം. ഒരു മന്ത്രം എടുത്ത് ശീലിപ്പിക്കണം. ഒരു ഗായത്രി ജപമാണെങ്കിലും എളുപ്പത്തിലൊന്നും സിദ്ധിക്കണില്ല. പല ആളുകളും നമ്മളോട് ചോദിക്കും, എന്തേ ഞങ്ങൾക്ക് ഗായത്രി ജപിച്ചൂടെ? ഞാൻ പറയും, സാധാരണ ധാരാളമായിട്ട് ജപിച്ചോളൂ, ആരാ വേണ്ട പറഞ്ഞ് ജപിച്ചു. ദീക്ഷ കൊടുത്ത് അച്ഛനും മുത്തശ്ശനും മുതുമുത്തശ്ശനും ഒക്കെ പരമ്പരയായി ജപിച്ച്, എന്നിട്ട് ദീക്ഷ കൊടുത്തിട്ടേ പിള്ളേർ ജപിക്കണില്ല. ഇപ്പോൾ ഇത് വെറുതെ ഒരു വാശിക്ക് വേണ്ടിയിട്ട് ഞാൻ ജപിക്കട്ടെ, ജപിച്ചോളൂ, ധാരാളം ജപിക്കാൻ പറ്റുമെങ്കിൽ ജപിച്ചോ. കുറച്ച് ദിവസം ചെയ്യില്ല, സാധിച്ചാൽ നല്ലത്. എവിടെ സാധിക്കണ്ടേ? സന്യാസികൾക്ക് പ്രണവജപമുണ്ട്, 12,000 12,000 പ്രണവമാണ് വിവിധിഷ സന്യാസിക്ക് നിഷ്ഠ. പ്രതിദിനം 12,000 പ്രണവജപം ഒക്കെ ചെയ്യണം. അപ്പോൾ ആ നിഷ്ഠയൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ മതി എന്നാണ്. ഏതദാലംബനം ശ്രേഷ്ഠം. ശ്രുതി പറയണത് ഇതാണ് ഒരാശ്രയം, എന്തോ ഒരു പിടി. ഒരു ദിവസം ഉണ്ടല്ലോ, എന്ത് ചെയ്യും? ഇതാണ് പിടി, ഇതാണ് ആലംബം, ആശ്രയം. അപ്പോൾ അതുപോലെ ഒരു നാമജപം അത് ശീലിക്കുമ്പോൾ വയസ്സാവും തോറും ആനന്ദമായിട്ടിരിക്കും. നമ്മുടെ കൂടെ ഒരു സന്യാസി, ഒരു യതിവര്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രതിദിനം 1.25 ലക്ഷം രാമനാമം ജപിക്കും. അങ്ങനെ 100 കോടി രാമനാമം ജപിച്ചു. നോക്കണം, 100 കോടി രാമനാമം ജപിച്ചത് ഭാര്യ പാചകം ചെയ്ത് കൊടുക്കണു, വീടൊക്കെ പണിക്കാർ വന്ന് ക്ലീൻ ചെയ്യണു, അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം സ്വയമേവ സാമാനം വാങ്ങിച്ചുകൊണ്ട് വരും, പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. സ്വയം, വേറെ ഒരാൾ, രണ്ടാമതൊരാളില്ല, താൻ തന്നെ പാചകം ചെയ്യും. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു 200ഓളം നമസ്കാരം ചെയ്യും, പഞ്ചായത്തിനെ പൂജ ചെയ്യും. ഇത്രയുമൊക്കെ രണ്ടാമതൊരാൾ അതിനകത്തേക്ക് കടത്തില്ല. ഒരു പ്രത്യേക സമയത്ത് മാത്രമേ ആളുകളെ കാണുള്ളൂ. ബാക്കിയുള്ള സമയത്ത് ഈ ഡിസിപ്ലിൻ വെച്ചുകൊണ്ട് ഒരു ദിവസം 1.25 ലക്ഷം രാമനാമം, ഇങ്ങനെ ഏകദേശം 20 വർഷം കൊണ്ട് സങ്കല്പം ചെയ്തു. 100 കോടി എന്ന് പറഞ്ഞു. ത്യാഗരാജസ്വാമികളുടെ കഥയൊക്കെ കേട്ടിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ തുടങ്ങുകയാണെന്ന്, 100 കോടി രാമനാമം. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ത്യാഗരാജസ്വാമിക്ക് 91 കോടി രാമനാമം ജപിച്ച് രാമദർശനം കിട്ടിയെന്ന് കഥ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് രാമദർശനമൊന്നും വേണ്ട, എനിക്ക് ജപം മതി, പുറത്ത് എനിക്കൊന്നും കാണാനൊന്നും ആഗ്രഹമില്ല. അങ്ങനെ 20 വർഷം. അതിലെ ഒരു വലിയ മിറാക്കിൾ എന്താ അറിയോ? ഒരു ജലദോഷം, ഒരു പനി, ഒരു തലവേദന, ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ വന്ന് ഒരു ദിവസം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ട കഥയാണ് പറയണത്. ഇതൊന്നും ആരെയും എവിടെന്നെങ്കിലുമൊക്കെ കേട്ട കഥയല്ല. 20 വർഷം ആ ജപം ചെയ്തു. അതിനു മുമ്പ് അദ്ദേഹം ധാരാളം ചെയ്തു.
ഇതിൽ ഒരു വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഈ 100 കോടി രാമനാമം അദ്ദേഹം സങ്കല്പിച്ചത് റിട്ടയറായ ശേഷമാണ്. റെയിൽവേസിൽ ഉണ്ടായിരുന്ന റിട്ടയറായ അദ്ദേഹം എന്നിട്ടാണ്. അപ്പോൾ അതിൻ്റെ മറ്റൊരു സൈഡ് എന്താണെന്ന് വെച്ചാൽ 58 വയസ്സിന് ശേഷം 68, 78, 88 വരയ്ക്കും, അല്ല 78 വയസ്സ് വരയ്ക്കും ആരോഗ്യമായിട്ട് രാമനാമം അങ്ങനെ കാത്ത് രക്ഷിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരം. അത് കഴിഞ്ഞ് 90 വയസ്സ് വരെ ഇരുന്നു. പിന്നെ പഞ്ചാക്ഷരം അദ്ദേഹത്തിന് സഹജസിദ്ധിയായിരുന്നു. ഇതൊക്കെ ജപം ചെയ്തുകൊണ്ട് പിന്നെ ലാസ്റ്റ് 2 വർഷം നമ്മുടെ കൂടെ ആശ്രമത്തിൽ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇരിക്കുമ്പോൾ ത്യാഗരാജ ആരാധന 2-3 ദിവസം മുമ്പ്, ബഹുള പഞ്ചമി ദിവസം, ആരാധന ദിവസം, വിഷ്ണു സഹസ്രനാമം വേദപാഠശാല കുട്ടികളൊക്കെ ജപിച്ചുകൊണ്ടിരുന്നു. ചുറ്റും ചെയറിൽ ഇരുന്നു കൊണ്ട് സങ്കീർത്തിയ നാരായണ ശബ്ദമാത്രം എന്ന് പറയുമ്പോൾ അടങ്ങി. അതൊക്കെ റിട്ടയറായ ശേഷമാണ്. അപ്പോൾ നമുക്ക് വയസ്സായി എന്ന് തോന്നിയിട്ടൊന്നും ക്ഷീണിക്കേണ്ട ആവശ്യമില്ല. തുടങ്ങാം. ബാക്കി ആ നാമം അല്ലെങ്കിൽ ആ ഭഗവാൻ സംരക്ഷിച്ചോളും, ആരോഗ്യം നിലനിർത്തിക്കൊള്ളും. അതൊക്കെ ഭഗവാന്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മൾ ഈ ആസ്പത്രിയുടെ അടുത്ത് അപ്പാർട്ട്മെൻറ്റ് വാങ്ങിച്ച് മാസാമാസം പോയി ചെക്ക് ചെയ്തുകൊണ്ട് വന്നാൽ രോഗമേ ഉണ്ടാവുള്ളൂ. കാരണം രോഗത്തിനെ ഉപാസിക്കുകയാണല്ലോ. ഔഷധം ജാഹ്നവീതോയം വൈദ്യോ നാരായണോ ഹരിഹി. എന്താണ് ജാഹ്നവീതോയം? ഭഗവത് സ്മരണമാവുന്ന അനുസന്ധാനത്തിൻ്റെ ഒഴുക്കാണ് ജാഹ്നവീതോയം. വൈദ്യോ നാരായണോ ഹരിഹി, ഭഗവാനാണ് വൈദ്യൻ. അധ്യാത്മ ആചാര്യന്മാരൊക്കെ വൈദ്യന്മാരാണ്. ഇതിപ്പോൾ മരുന്നാണ്. ഇതിപ്പോൾ തമിഴിലൊരു ചൊല്ലുണ്ട്, ചെവി തൊട് ചികിത്സ എന്നൊക്കെ പറയുവർ. ചെവിയിലേക്ക് ഒരു ENT ഓപ്പറേഷൻ, ഇയർ ഡ്രോപ്സ് ആണത്. ശ്രോത്രൈഹി പീത്വാ, ഇത് മരുന്നാണ്. അപ്പോൾ ഈ അധ്യാത്മവിദ്യാനാം ഏറ്റവും വലിയ വിദ്യ, ഏറ്റവും വലിയ ചികിത്സയാണത്. മനസ്സങ്ങട് ശരിയായാൽ എല്ലാം ശരിയാവും. ഈ രോഗമുണ്ടോ ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ചാൽ രോഗം വരും. ഈ രോഗം വിചാരിക്കുന്ന എന്നെ ഇത്ര അധികം ധ്യാനിക്കണ വേറെ ആരുമില്ല. ചിലരുണ്ട് ഒരു ആസ്പത്രി പോയിട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് തൃപ്തിയാവില്ല. ഉണ്ട് എന്ന് പറയണവരെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നോക്കൂ, ഭഗവൻ നാമ ജപത്തിൻ്റെ വൈഭവത്തിനാണ് ഞാനിപ്പോൾ ഈ കഥ പറഞ്ഞത് നിങ്ങളോട്. എല്ലാ പണിയും ചെയ്തുകൊണ്ട്, ശരീരം കൊണ്ട് അധ്വാനിച്ചുകൊണ്ട്, ഭഗവൻ നാമം ജപിച്ചുകൊണ്ട് ആരോഗ്യമായിട്ട് ശാന്തിയോടുകൂടെ ജീവിച്ച് കാണിച്ച ഒരു മഹാപുരുഷൻ്റെ ചരിത്രം. അപ്പോൾ അതൊരു പെട്ടെന്നൊന്നും സാധിക്കുന്നതല്ല. അതിന് അനുസരിച്ച് ജീവിതം മുഴുവൻ പരിഭാഗപ്പെടുത്തി. ഒരു ചെറിയ പ്രാക്ടീസേ ഉള്ളൂ, വായ് ഇങ്ങനെ ജപിക്കുക, അത്രയേ ഉള്ളൂ പ്രാക്ടീസ്. അതിനനുസരിച്ച് ജീവിതത്തിനെ മുഴുവൻ അങ്ങോട്ട് പരിഭാഗപ്പെടുത്തി. ഒരു ബ്രാഹ്മണൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ ഗായത്രി ജപത്തിന് ചുറ്റും കെട്ടുന്ന ഒരു കോവിൽ മതിലാണത്, വേറൊന്നുമില്ല. ഗായത്രിയാഹ പരോമന്ത്ര, അതിനു മേലെ ഒരു മന്ത്രമല്ല എന്നാണ്. അതിനു ചുറ്റും കെട്ടുന്ന ഒരു മതിൽ പോലെയാണ് ജീവിതം. അതിനനുസരിച്ച് ആ ത്രികാല സന്ധ്യാവന്തനത്തിന് മുടക്കം വരാത്ത വിധത്തിൽ ജീവിക്കുക. നമ്മുടെ മള്ളിയൂര് ഭാഗവതഹംസം അദ്ദേഹനോട് ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ബദ്രിയിൽ പോയി ദർശിക്കണം എന്ന് കലശലായ ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാം, സന്ധ്യാവന്തനം മുടങ്ങുമെന്ന് പറഞ്ഞിട്ട് പോയില്ല എന്ന്. അത്ര പ്രാധാന്യമാണ് അതിന് കൊടുത്തത്. കാരണം ഈ ഡെയിലി പ്രാക്ടീസ്, എവിടെയൊക്കെ പോയിട്ട് ദർശിക്കുക എപ്പോഴെങ്കിലും വരുടെ കാര്യമാണ്. ഇത് നിത്യമുള്ള ഭഗവതാരാധനയാണ്.
കുറച്ച് നേരം ഒരു അരമണിക്കൂർ 20 മിനിറ്റൊക്കെ ഇരുന്ന് ജപം. ഞാൻ രാത്രിയൊക്കെ ചിലപ്പോൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഈ ഏറ്റുമാനൂര് സത്സംഗത്തിൻ്റെ സമയത്താണ് മുഖ്യം. രാവിലെ ഞങ്ങൾ പറഞ്ഞ് പുറപ്പെടുമ്പോൾ രാവിലെ 5 മണിക്ക് ആ വയസ്സുകാലത്ത് കുളത്തിൻ്റെ കരയിൽ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനന്ദം, ആനന്ദം കണ്ടെത്തിയിരിക്കണം. നിത്യാനുഷ്ഠാനത്തിലാണ് ആനന്ദം. സ്പിരിച്വൽ പ്രാക്ടീസ്, സാധന എന്ന് പറയണു, നിത്യാനുഷ്ഠാനം, അത് ഭക്തിയാണ്. ആ ആനന്ദമായിട്ട് ജീവിക്കുക. അതാണ് ശങ്കരാചാര്യ പറഞ്ഞത്, ജീവൻ സമുക്ത ഖലു. എങ്ങനെയെങ്കിലുമൊക്കെ ഭഗവാനെ ജപിക്കുന്നു. ജപം ചെയ്തുകൊണ്ട് തന്നെ ഭഗവാനെ പൂജ ചെയ്യാം, നാമസങ്കീർത്തനം ചെയ്യാം. ഇപ്പം നാമസങ്കീർത്തനം ഭജനയൊക്കെ ചെയ്യണ്ടല്ലോ. ഈ നാമസങ്കീർത്തനമൊക്കെ ധാരാളം ജപം ചെയ്തിട്ട് വേണം ചെയ്യാൻ. ത്യാഗരാജസ്വാമികളൊക്കെ കോടി രാമനാമം ജപിച്ചു. രമണ മഹർഷി ഒരാൾ ചോദിച്ചു, ത്യാഗരാജൻ പാടി രാമനെ പ്രാപിച്ചില്ലേ? അവളെ പാടിത്താനേ ഭഗവത് അനുഭവത്തെ അടഞ്ച. മഹർഷി പറഞ്ഞു, അവളെ പാടി അടയല്ലേ, അടഞ്ചത് പാടിനാണ്. അവരൊന്നും പാടിയിട്ട് നേടിയതല്ല, അവർ നേടിയത് പാട്ടായിട്ട് വന്നു. അപ്പോൾ കോടി രാമനാമം അങ്ങനെ ജപിക്കുമ്പോൾ അത് കീർത്തനങ്ങളായി ഇങ്ങനെ പുറത്തു വന്നു. കീർത്തനങ്ങൾ വരും, നമ്മളുടെ ഒന്നുമല്ല കീർത്തനങ്ങൾ, അത് ഭഗവാന്റെയാണ്. ഇപ്പോൾ പൂർണിമ ഫസ്റ്റ് വന്നതും പാടി, കൃപാപൂർണ സിന്ധോ പ്രപന്നാത്മബന്ധോ. അതിങ്ങനെ പെട്ടെന്ന് കേട്ടതും എനിക്ക് സ്മരണ വന്നു. എവിടെയോ ഭാഗവത സപ്താഹത്തിന് കൽക്കട്ടയിൽ പോയപ്പോൾ ഒരു തിരുവാതിര ദിവസം രാവിലെ വന്നതാണ് ആ കൃതി. അതൊരു ചിദംബരം നടരാജൻ്റെ ഒരു സ്മൃതിയൊക്കെ വന്നു, ആ സമയത്ത് വന്നതാണ് ആ കൃതി. അപ്പോൾ അത് നമ്മളുടെ അല്ലാതെ, അത് ഇവിടുന്നും ഇങ്ങനെ ആ കൃതികൾ കയറി വരും. ഭഗവതാരാധനാലക്ഷണോ ധർമ്മ. നമ്മൾ ഭാഗവത ധർമ്മം എന്ന് പറയണത് എന്താണ്? ഭഗവതാരാധനാലക്ഷണോ ധർമ്മ. ഭഗവാനെ ആരാധന ചെയ്യുന്നതാണ് ഭാഗവത ധർമ്മം. എങ്ങനെ ആരാധന ചെയ്യും? പുറമേക്കുള്ള ആരാധനയൊക്കെ സാമഗ്രികൾ വെച്ചുകൊണ്ടുള്ള ആരാധന, നിവേദ്യം വെച്ചുകൊണ്ടുള്ള ആരാധന, പണം ചെലവാക്കിയിട്ടുള്ള ആരാധന, ഇതൊക്കെ രാജസികമാണ്. വളരെ സാത്വികമായ ആരാധന, ഒരു ചെലവില്ല, ആരും അറിയുക പോലും ചെയ്യില്ല. നമ്മൾ തനിയെ നമ്മളുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഏകാന്തമായിട്ട്, ഒരു ചെലവില്ല, ഭഗവൻ നാമം ജപം ചെയ്യുക. ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിക്കണമെങ്കിൽ ധ്യാനിക്കുക, അല്ലെങ്കിൽ ഭാവത്തിനെ ധ്യാനിക്കണമെങ്കിൽ ധ്യാനിക്കുക. ഈ ജപം ചെയ്യുമ്പോൾ, നിങ്ങൾ നടന്ന് ജപിക്കുമ്പോൾ മനസ്സ് വഴങ്ങില്ല. അപ്പോൾ മനസ്സ് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കും. അപ്പോൾ അതിനു പകരം ഈ സത്സംഗത്തിൽ കേട്ടതൊക്കെ ഇങ്ങനെ അനുസന്ധാനം ചെയ്തുകൊണ്ട് ജപിക്കാം. ഇപ്പോൾ ഈ സത്സംഗമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, റെക്കോർഡഡ്, അതൊക്കെ കേട്ടുകൊണ്ട് പോലും ജപിക്കാം. പക്ഷെ ജപം ചെയ്യണം. ഈ ജപം നമ്മൾക്ക് അഭ്യാസമാവണം. സ്പന്ദനമാണ് ജപം. നമ്മളുടെ ഉള്ളിലുള്ള ചിത്തവൃത്തികളൊക്കെ സ്പന്ദനമാണ്. നമ്മളുടെ ശരീരം മുഴുവൻ സ്പന്ദനമുണ്ട്, പല വിധത്തിലുള്ള സ്പന്ദനമുണ്ട്. സ്പന്ദനം ആണ് ബന്ധമാവണത്, സ്പന്ദനമാണ് അതിന് പരിഹാരം. സ്പന്ദനം തസ്യ ഭേഷജം. ഒരു ശ്ലോകം എഴുതിയല്ലോ അല്ലേ, ഓർമ്മയുണ്ടോ? ശിവാനുഭവസ്തവത്തിൽ. സ്പന്ദനത്തിന് സ്പന്ദനം മരുന്നാണ്. നമ്മളുടെ ഉള്ളിലുള്ള കാമം, കോപം ഒക്കെ സ്പന്ദനമാണ്, ഒരു ഡിസോർഡർലിനെസ്സാണ്. അതിനകത്ത് ഒരു ദിവ്യസ്പന്ദനത്തിനെ ഉള്ളിലേക്ക് വിടുകയാണ്, ഒരു ത്രോബ്, ഒരു ഡിവൈൻ ത്രോബ്. ആ ദിവ്യസ്പന്ദനത്തിനെ ഉള്ളിലിങ്ങനെ ഗ്രഹിച്ച് സ്പന്ദനവിദ്യ എന്ന് തന്നെയാണ് അതിന് പേര്. കാശ്മീരി ശൈവത്തിലൊക്കെ അവരതിന് സ്പന്ദനവിദ്യ എന്ന് തന്നെയാണ് പറയണത്. അപ്പോൾ ഈ മന്ത്രസ്പന്ദനത്തിനെ ഉള്ളിലിങ്ങനെ ധരിച്ച് അത് നമ്മൾ വീണു പോവും, മറന്നു പോവും, വിട്ടുപോവും. അതുകൊണ്ട് കുറച്ചായിട്ട്, അതാണ് ഗീതയിൽ ഭഗവാൻ പറഞ്ഞു, ധൃതിയൊന്നും കൂട്ടണ്ട, ശനൈഹി ഉപരമേത് ബുദ്ധ്യാ ധൃതി ഗൃഹീതയാ ആത്മസംസ്ഥം മനഃകൃത്വ നകിഞ്ചിതപി ചിന്തയേത്. പതുക്കെ മനസ്സിനെ വശപ്പെടുത്തിക്കൊണ്ടുവന്ന് ആത്മസ്വരൂപത്തിലിരുത്തി ഒരു ചിത്തവൃത്തിയുമില്ലാതെ നിശ്ചലമായിട്ടിരിക്കാം. അതെപ്പോഴെങ്കിലുമൊക്കെ ഇത്തിരി അമൃതം കിട്ടുന്ന പോലെ കിട്ടും, സാരമില്ല. പക്ഷേ സ്റ്റഡിനെസ്, പ്രതിദിനം ചെയ്യുന്ന അനുഷ്ഠാനമാണ് ലാഭം. അതാണ് ലാഭം. അതിനുവേണ്ടി യത്നിക്കുക. ഒരു ദിവസവും
അതാത് സമയത്ത് ഇരിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന അനുഷ്ഠാനങ്ങളെ വിടരുത്, മുടക്കരുത്. അങ്ങനെ ഈ സിമ്പിളായിട്ടുള്ള സരളമായിട്ടുള്ള ഒരു മന്ത്രം. പണ്ടൊക്കെ ഞങ്ങൾ അമ്മമാരൊക്കെ, പാലക്കാടൊക്കെ പഴക്കാണ്, ഇവിടെയൊക്കെ പഴക്കാണ്, തമിഴ്നാട്ടിൽ തിരുനെൽവേലി, ആന്ധ്രാപ്രദേശ്, കർണാടക വരെ ആ കഥയുണ്ട്. ഈ കുട്ടികൾ പറയും, അമ്മ ഊണ് കഴിക്കുമ്പോൾ കഥ പറയണമെന്ന് പറയും. കേരളത്തിൽ ആ കഥ അധികം അറിയില്ല, മലയാളികളുടെ ഇടയിൽ അത്ര പരിചയമില്ല. തമിഴ്നാട്ടിൽ നല്ല പരിചയമാണ്. എല്ലാ ദിവസവും ഒരേ കഥ. എന്താ കഥ എന്ന് വെച്ചാൽ, ഒരു കുരുവി ഉണ്ടായിരുന്നു. ആ കുരുവി ഒരു ദിവസം കുറേ കുപ്പ ഇങ്ങനെ ചകഞ്ഞുകൊണ്ടിരുന്നു. ആ കുപ്പയിൽ നിന്നും അതിന് ഒരു അരിമണി കിട്ടി. എന്നിട്ട് ആ അരിമണി എടുത്തു കൊണ്ടുപോയി ഒരു മുത്തശ്ശിയുടെ അടുത്ത് പോയിട്ട്, എനിക്ക് പായസം വെച്ച് തരുമോ എന്ന് ചോദിച്ചു. ഈ കുരുവിയെ കൊണ്ട് സാധിക്കുന്ന കാര്യം ഈ അരിമണി പെറുക്കിക്കൊണ്ട് പോലെ മാത്രമാണ്. ആ അമ്മ പറഞ്ഞു, പായസത്തിന് ഉരുളി വേണം, നാളികേരം വേണം, വെല്ലം വേണം, നെയ്യ് വേണം, വിറക് വേണം, എല്ലാം. ഇതൊക്കെ ഈ കുരുവി കൊണ്ടുവരും. അതാണ് തമാശ. അത് ഉരുളി കൊണ്ടുവരും, എല്ലാം കൊണ്ടുവന്ന് കൊടുക്കും. എന്നിട്ട് അവസാനം ഈ പായസത്തിൽ കൊക്കിട്ട് നോക്കും. അപ്പോൾ ചുട്ടിട്ട് ആ പായസം ഉരുളിയോട് കൊണ്ടുപോയി കുളത്തിൽ കമിഴ്ത്തിക്കളയും. എന്നിട്ട് ആ കുളത്തിലെ വെള്ളം മുഴുവൻ കുടിക്കും. ഒന്നും നടക്കാത്ത കഥയാണ്. കുളത്തിലെ വെള്ളം മുഴുവൻ കുടിച്ചിട്ട് ആ വെള്ളം പുറത്തു പോവാതിരിക്കാൻ പുറകുവശത്ത് ഇത്തിരി വൈക്കോല് തിരുകും. എന്നിട്ട് പശുവിൻ്റെ തൊഴുത്തിൽ പോയി കിടക്കും. രാത്രി ആവുമ്പോൾ ഈ പശു ആ വൈക്കോല് ഊരിയെടുക്കും. അപ്പോൾ വെള്ളം പുറത്തു വന്ന് പശുവും പശുത്തൊഴുത്തും ഈ മുത്തശ്ശിയും അവരുടെ വീടും ആ നാടും ഒക്കെ വെള്ളത്തിൻ്റെ ഉള്ളിൽ മുങ്ങിപ്പോവും. ഇതാണ് കഥ. ഇനി ആരെയും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ പറഞ്ഞു കൊടുത്തുള്ളൂ കേട്ടോ. ഈ കഥ ഞങ്ങൾ ധാരാളം പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ദിവസം കുട്ടികൾക്ക് ഈ കഥയും കൊണ്ട് ആരംഭിച്ചാൽ ധാരാളം കേട്ടിട്ടുണ്ട്. പിന്നെ ശൃംഗേരി മഠത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ഒരു രാജം എന്ന് പറയുന്ന ഒരമ്മ, നല്ല വേദാന്തിയാണ് അവർ ഈ കഥയെ അങ്ങനെ അദ്വൈത വേദാന്തമായിട്ട് ചിത്രീകരിച്ചിരിക്കുക. ഈ കുരുവി എന്താണെന്ന് വെച്ചാൽ ഈ ജീവനാണ്. ഈ ജീവൻ കുപ്പയിൽ ഇങ്ങനെ പെറുക്കണം. എന്താണെന്ന് വെച്ചാൽ ശാസ്ത്രമാണ് ഈ കുപ്പ. ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊന്ന് പെറുക്കിയിട്ട് ഈ മഹാവാക്യം അല്ലെങ്കിൽ ഭഗവാന്റെ നാമം എന്ന് വെച്ചുള്ള അതിനെ മാത്രം പെറുക്കിയെടുക്കുകയാണ്. സാരമായിട്ടുള്ളതിനെ മാത്രം എടുത്തു. എന്നിട്ട് ഈ വൃദ്ധ ആരാണെന്ന് വെച്ചാൽ ശ്രുതിമാത അല്ലെങ്കിൽ ഗുരുവിൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തു. അവർ പറഞ്ഞു 4 സാധനം വേണമെന്ന് പറഞ്ഞു, വിറക്, വെല്ലെന്ന് പറയുന്നത്. അതാണ് സാധനാ ചതുഷ്ടയ സമ്പത്തി. അതിൻ്റെ ഉള്ളിൽ തന്നെ 6 എണ്ണമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുറേ സാമഗ്രികളായി. ഇതൊക്കെ ഈ കുരുവിയുടെ അവസാനം ഈ മാധുര്യം, അതൊക്കെ വളരെ വിസ്താരമായ കഥയാണ്. എന്താണ് ഈ കുളത്തിൽ കൊണ്ടുപോയി ഇടുക, ആ കുളത്തിലെ വെള്ളം കുടിച്ചു. അവസാനത്തെ കാര്യമാണ് മുഖ്യം. എന്താണെന്ന് വെച്ചാൽ വെള്ളം നിറഞ്ഞ് എല്ലാം മുങ്ങിപ്പോയി. എന്ന് വെച്ചാൽ ജഗത്തില്ല, ഞാനില്ല, നീയില്ല, ഗുരുവില്ല, എല്ലാം പോയി അഖണ്ഡ അദ്വയമായ ഒരു രസം മാത്രം നിന്നു. മൊത്തത്തിൽ ഇത് മുഴുവൻ എവിടെ തുടങ്ങി? കുരുവിക്ക് പായസം കഴിക്കാനുള്ള ആഗ്രഹം, കിട്ടിയത് അരിമണി. ആ അരിമണിയിൽ നിന്നും ഇത്രയും വലിയ കഥ വന്നു അല്ലേ? ഇതുപോലെയാണ് നമുക്കും ഈ ഭഗവാന്റെ നാമം എന്നുള്ള ഒരു അരിമണി ഈ കുപ്പയിൽ നിന്നും പെറുക്കിയെടുക്കുക. ജീവിതാനുഭവത്തിൽ നിന്നും പെറുക്കിയെടുത്തിട്ട് അതിനെ നിങ്ങൾ ഉപാസിച്ചു തുടങ്ങിയാൽ അവസാനം ആ ആനന്ദവെള്ളം നിങ്ങളുടെ ജീവിതം മുഴുവൻ സാർത്ഥകമാക്കും, സാഫല്യമുള്ളതാക്കി തീർക്കും, ശാന്തി ഉള്ളതാക്കി തീർക്കും, തൃപ്തി ഉള്ളതാക്കി തീർക്കും. പക്ഷേ അതൊരു ചുമ്മാ തമാശയായിട്ട് നാമം ജപിക്കൂ, ഇത് നടക്കും, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. തപസ്സാവണം. വളരെ സിമ്പിളായിട്ടുള്ള തപസ്സാണ്. പക്ഷേ ടൈം മുഴുവൻ നിങ്ങളതിന് കൊടുക്കണം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ജോലിയൊക്കെ ഉണ്ടെങ്കിൽ പ്രതിദിനം കുറച്ച് ടൈമെങ്കിലും അതിന് കൊടുക്കണം. കുറച്ച് സമയമെങ്കിലും ട്രെയിനിങ് ടു ചാൻഡ്. നോക്കൂ, എല്ലാ മതത്തിലും ഉണ്ട് അത്. നാമജപം എല്ലാ മതത്തിലുണ്ട്. മുസ്ലിംസും ആ സമയമാകുമ്പോൾ അവർ കാണാൻ നിങ്ങളൊരു ജപമാല വെച്ചുകൊണ്ട് നടക്കും. ക്രിസ്ത്യാനികളുടെ നടുവിലുണ്ട്. ബുദ്ധമതത്തിലുണ്ട്. ബുദ്ധൻ ഒരു ശിഷ്യൻ പറഞ്ഞു, എൻ്റെ അനുജൻ
മന്ദബുദ്ധിയാണ്, ഒന്നും അയാൾക്ക് പോകുന്നില്ല, ഭഗവാനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നു. ബുദ്ധൻ അയാൾക്ക് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു, ഒന്നും അയാളുടെ തലയിൽ കയറിയില്ല. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ഞാനൊരു ചെറിയ മന്ത്രം തരാം, അത് ജപിക്കുമെന്നു. അയാൾ പറഞ്ഞു, അതും നിൽക്കണില്ല, ഓർമ്മ നിൽക്കണില്ല. അയാളെ ഒരു വിഹാരം, ഒരു ചെറിയ അമ്പലം പോലെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് 4 ഭിക്ഷുക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പണി എന്താണെന്ന് വെച്ചാൽ ഈ അമ്പലത്തിന് ചുറ്റും, ഒരു അമ്പലം തന്നെയാണത്, അമ്പലത്തിന് ചുറ്റും ഈ മന്ത്രം ഉറക്കെ ജപിച്ചുകൊണ്ട് അടിച്ചു തെളിച്ചുകൊണ്ടിരിക്കുക, ചൂലെടുത്തിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ രാവിലെ മുതൽ തുടങ്ങി ഈ മന്ത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ടിബറ്റൻ ബുദ്ധിസത്തിലൊക്കെ ഉണ്ട് മന്ത്രം, മണിപദ്മേഹും എന്ന് പറഞ്ഞു. ഇതിങ്ങനെ ജപിച്ചുകൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കുറേ കഴിഞ്ഞപ്പോണ്ടല്ലോ ഈ മന്ദബുദ്ധിയായിട്ടുള്ള ആൾ നടുവിലിരുന്ന് ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കുക. എപ്പോഴെങ്കിലുമൊക്കെ ശ്രവണം നടക്കും അയാൾക്ക്. കുറേ കഴിയുമ്പോൾ അയാൾ പിടിച്ചെടുത്തു. ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യണം മെനക്കെടേ. ഇനി അയാൾ പിടിച്ചെടുത്തു ആ മന്ത്രം. പിന്നെ ആ മന്ത്രം വിട്ടുപോയില്ല. ചിലപ്പോഴൊക്കെ വേറെ ഒന്നും സാധിക്കില്ല, ഈ മന്ത്രം മാത്രമേ ഉള്ളൂ എങ്കിൽ അവർ പെട്ടെന്ന് രക്ഷപ്പെടും. ആ മന്ത്രം പിടിച്ചെടുത്ത് അയാൾ മഹാസിദ്ധനായിട്ട് തീർന്നു. നമ്മുടെ ഒരു നമ്പൂരി ഉണ്ടായിരുന്നു ഗുരുവായൂർ. അദ്ദേഹം വലിയ ഭക്തനായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് തിരുവണ്ണാമലയ്ക്ക് വരും, നമ്മളെ കാണാൻ വരും. ഒരു ദിവസം പറഞ്ഞു, അങ്ങയുടെ അടുത്തുനിന്ന് ദക്ഷിണാമൂർത്തി സ്തോത്രം ഒരു പ്രാവശ്യം കേൾക്കണം. 3 ദിവസം വന്ന് കേട്ട് കഴിഞ്ഞ് പരമതൃപ്തിയായി. അദ്ദേഹത്തിനെ കണ്ടാൽ അദ്ദേഹത്തിന് ഇത്രയൊക്കെ മനസ്സിലാവുന്നൊന്നും നമുക്ക് തോന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നല്ല തെളിച്ചം. ഒരു മുണ്ടെടുത്തിട്ടുണ്ടാവും, കാണുമ്പോൾ വളരെ വളരെ സാധു, ലോകകാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷേ വേദാന്തം നല്ലവണ്ണം പിടിച്ചെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി എനിക്ക് പരമതൃപ്തിയായി, ഞാനിപ്പോൾ കാശിക്ക് പോവാം. ഷർട്ട് പോലും ഒന്നും ഇടില്ല, കാശിക്ക് പോവാൻ. അപ്പോൾ പോയതാണ്, പിന്നെ വന്നിട്ടില്ല. അപ്പം അദ്ദേഹം ഒരു കഥ പറഞ്ഞു. ഒരു ദിവസം കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് പോരുകയാണ് ബസ്സിൽ. അപ്പോൾ അടുത്തൊരു മുല്ല, ഒരു മുസ്ലിം മുല്ല മൗലവി അദ്ദേഹം ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഓർക്കെ ലാഹിലാഹ എന്തോ ജപിച്ചുകൊണ്ട്. അപ്പോൾ ഇദ്ദേഹം, ഞാനിത്തിരി ഉറങ്ങിപ്പോയി, കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇദ്ദേഹം ജപിക്കണു. അപ്പം എനിക്ക് മനസ്സിലൊരു സങ്കടം തോന്നി. നമ്മളൊരു ഭാഗവതമൊക്കെ വായിക്കണു, ഗുരുവായൂർ താമസിക്കുന്നു എന്ന് പറഞ്ഞ് നാരായണ 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 എന്ന് തുടങ്ങി. അപ്പം അദ്ദേഹം പറയാം, കുറച്ച് നേരം കഴിയുമ്പോൾ മൗലവിക്ക് തെറ്റി, അദ്ദേഹം നാരായണ 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 എന്ന് തുടങ്ങി. അപ്പോൾ ചെവിയിൽ കേൾക്കാണ്, കേട്ടുപിടിച്ചെടുക്കാം. ചിലരൊക്കെ പറയുന്നു, അച്ഛന് ഇപ്പോൾ ഇന്നലെ ഒരാൾ പറഞ്ഞു, അച്ഛന് വയസ്സായ ആൾ പറഞ്ഞാൽ കേൾക്കണില്ല, ഇപ്പോഴും അവിടെ കിടന്ന് ഞാൻ പറയാത്തിരി നാമം ജപിക്കൂ, എന്തെങ്കിലുമൊക്കെ സ്തോത്രങ്ങൾ ചൊല്ലുന്നൊന്നും പറഞ്ഞാൽ കേൾക്കണില്ല, എന്തെങ്കിലും പഴയകാല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണോ. അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനോട്, നോക്കൂ, ചെറുപ്പത്തിൽ തന്നെ നമ്മൾ തന്നെ നമ്മളുടെ മനസ്സിനെടുത്ത് നാമം ജപിക്കൂ, ധ്യാനിക്കൂ എന്ന് പറഞ്ഞാൽ മനസ്സ് കേൾക്കണില്ല. ഇതിപ്പോൾ ഒട്ടും വയ്യാതായി, എനർജിയേ ഇല്ല, അവരെടുത്ത് പോയിട്ട് പറഞ്ഞാൽ കേൾക്കണില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞാൽ കേൾക്കും? നിങ്ങളെ അടുത്തിരുന്ന് ചെയ്യാം. ഈ ബുദ്ധൻ്റെ കഥ പോലെ നിങ്ങളെ അടുത്തിരുന്ന് ചെയ്യൂ, അവർ കേൾക്കട്ടെ, അവരുടെ ചെവിയിൽ വീഴട്ടെ. നിങ്ങൾ അവരെ കൊണ്ട് വേറെ ഒന്നും പറയാൻ സമ്മതിപ്പിക്കാതെ അടുത്തിരുന്ന് ചെയ്യൂ, ചെയ്തുകൊണ്ടേയിരിക്കൂ. കുറച്ചുള്ളിൽ പോവും, അത് മതി. ഇത്തിരി ഉള്ളിൽ പോയാൽ തന്നെ വലിയ കാര്യമായി. അപ്പോൾ അങ്ങനെ വേണം ഒരു ജീവന് ഹെൽപ്പ് ചെയ്യാനായിട്ട്, സഹായിക്കാനായിട്ട്. വയ്യാതെ ആളുകൾ, വയസ്സായ ആളുകളുടെ അടുത്തിരുന്ന് ഭാഗവതം വായിച്ചു കൊടുക്കുക, നല്ല പ്രഭാഷണം സത്സംഗമൊക്കെ കേൾപ്പിക്കുക അവരെ കൊണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മതി. അല്ലെങ്കിൽ ഒരേ നാമം അങ്ങനെ കേൾപ്പിക്കുക, ഉള്ളിൽ ശ്രവണം ചെയ്യുക, മനസ്സതിൽ നിൽക്കട്ടെ. ഓമിത്യേകാക്ഷരം ബ്രഹ്മവ്യാഹരൻ മാമനുസ്മരൻ യഃ പ്രയാതിത്യജൻ ദേഹം സയാതി പരമാം ഗതിം. ഭഗവാൻ പറഞ്ഞു ഗീതയിൽ, ഓം ഇത് ഏകാക്ഷരം ബ്രഹ്മവ്യാഹരൻ. ആ പ്രണവത്തിനെ ഉച്ചരിച്ചുകൊണ്ട് മാമനുസ്മരൻ, എന്നെ അനുസ്മരിച്ചുകൊണ്ട് ആര് ശരീരം വിടുന്നുവോ അയാൾ പിന്നീട് ഇങ്ങോട്ട് വരില്ല, പുനരാഗമനമില്ല.
നസ പുനരാവർത്തതേ. അപ്പോൾ ഭഗവൻ നാമ ജപം എന്നുള്ള ഒരു സിദ്ധി നമുക്കുണ്ടാവണം. അതിന് നമ്മൾ യത്നിക്കണം, അഭ്യസിക്കണം. മറ്റു വിഷയങ്ങൾ കൊണ്ട് ഡിസ്ട്രാക്റ്റഡ് ആവരുത്. അതാണ് വൈരാഗ്യം. അതൊക്കെ കഴിഞ്ഞ് ചിത്തം ശുദ്ധമായി കഴിയുമ്പോൾ, മനസ്സ് ശാന്തമാവുമ്പോൾ, നമ്മളുടെ ഉള്ളിൽ നമ്മളുടെ തന്നെ സ്വരൂപം ഞാൻ എന്നുള്ള ഈ ചൊല്ലിന് പൊരുളായിട്ട് വിളങ്ങുന്ന ബോധം, ആ ശുദ്ധചിത്ത് അത് ഉള്ളിൽ പ്രകാശിക്കും. പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കാണും നമ്മളുടെ ഇരുപ്പ്, നമ്മളുടെ നിലനിൽപ്പ്, നമ്മളുടെ അസ്തിത്വം. സുഷുപ്തി അവസ്ഥയിൽ പോലും മങ്ങാതെ പ്രകാശിക്കുന്ന സുഖസ്വരൂപമായ വസ്തു. ശരീരമല്ല, അത് മനസ്സല്ല, അത് ഇന്ദ്രിയങ്ങളല്ല, അത് ബുദ്ധിയല്ല. അതിൽ മനസ്സിനൊന്നും പ്രവേശിക്കാൻ പോലും കഴിയില്ല. നൈതൻ മനോവിശതി വാഗുത ചക്ഷുരാത്മാ പ്രാണേന്ദ്രിയാണി ച യഥാനലമർച്ചിഷസ്വാഹ ശബ്ദോപി ബോധക നിഷേധതയാത്മമൂലമർത്ഥോക്തമാഹ യദൃതേന നിഷേധസദ്ധി. ആ ശുദ്ധ ചൈതന്യത്തിനെ നിഷേധിക്കാനോ തള്ളാനോ ഒന്നും കഴിയില്ല. ആ ശുദ്ധബോധസ്വരൂപമായിട്ടുള്ള ആ സത്ത, ആ ചിദാകാശം, അത് പ്യുവർ സ്പേസാണ്. എ സ്പേസ് ഫ്രീ ഓഫ് തോട്ട്സ്, എ സ്പേസ് ഫ്രീ ഓഫ് ബോഡി, എ സ്പേസ് ഫ്രീ ഓഫ് ഇഗ്നറൻസ്, സ്ലീപ്പ്. അവിടെ നിദ്രയുടെ പ്രതിബന്ധമില്ല, ചിത്തവൃത്തികളുടെ പ്രതിബന്ധമില്ല, കർമ്മത്തിൻ്റെ പ്രതിബന്ധമില്ല. നിർമ്മലമായ ആകാശമാണത്. പൂർണ്ണമായ ആകാശമാണ്, നിർവികൽപ്പമായ ആകാശമാണ്. ആ ശുദ്ധബോധം, അതാണ് ശിവസ്വരൂപം, അതാണ് ഭഗവത് സ്വരൂപം, അതാണ് ആത്മാവ്, അതാണ് നിർവ്വാണം, അതാണ് നമ്മളുടെ വാസ്തവമായ സ്വരൂപം. ഇത് നിത്യസിദ്ധമായിട്ടുള്ളതാണ്. ഇതിനെ നമ്മളിൽ നമ്മളുടെ തന്നെ സ്വരൂപമായി തിരിച്ചറിയാൻ മനസ്സ് ശുദ്ധമാവണം. അതിനാണ് ഈ സാധനകളൊക്കെ പറഞ്ഞത്, ഈ പ്രക്രിയകളൊക്കെ പറഞ്ഞത്. ഈ സത്യത്തിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സാധനയും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, പിന്നെ ഇത് ചെയ്യണമെന്നൊന്നുമില്ല. അതാണ് ഞാൻ എന്നറിഞ്ഞു കഴിഞ്ഞ ആൾ മുക്തപുരുഷനാണ്, അയാൾ സ്വതന്ത്രനാണ്, സർവഭൂത സുഹൃത്താണ്. അത്തരത്തിലുള്ളൊരു മഹാപുരുഷൻ്റെ പാദസ്പർശം കൊണ്ട് ഭൂമി പവിത്രമാവുന്നു. അതാണ് അവിടെ അയാൾക്ക് സർവഭൂതങ്ങളും ഭഗവാനാണ്. അതാണ് ഉത്തമ ഭക്തി എന്നൊക്കെ ഭാഗവതം പറയണം. സർവഭൂതേഷു യഃ പശ്യേത് ഭഗവത് ഭാവമാത്മന ഭൂതാനി ഭഗവതി ആത്മനി ഏഷ ഭാഗവതോത്തമ. അപ്പോൾ അത്തരത്തിലുള്ള ഉത്തമസ്ഥിതി, അനുഭൂതിയുടെ ശിഖരം, അവിടേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടു പോകുന്ന ഒരു സരള സാധനയാണ് ഭഗവൻ നാമജപം. അനേക മഹാപുരുഷന്മാരും അതിലേക്ക് വന്നവരാണ്. ശൈവത്തിലെ തിരുവാചക ആരംഭിക്കുമ്പോൾ മാണിക്യവാചകർ പറഞ്ഞു, ആദ്യത്തെ നമസ്കാരം ഭഗവാന്റെ നാമത്തിനാണെന്നാണ്. പിന്നെയാണ് ഭഗവാനൊക്കെ നമസ്കാരം. നമഃശിവായ വാഴുക, നാഥൻ താഴ്വാഴുക. ആദ്യം നമസ്കാരം ഈ പഞ്ചാക്ഷരത്തിന് നമസ്കാരം, പിന്നെയാണ് ഭഗവാന്റെ ചരണത്തിനോ ഗുരുവിനോ ശാസ്ത്രത്തിനൊക്കെ നമസ്കാരം. അപ്പോൾ ആ ഭഗവൻ നാമം അല്ലെങ്കിൽ മന്ത്രം, അതിനെ ആശ്രയിച്ച് സരളമായ സിമ്പിളായ ഈ കുരുവി അരിപെറുക്കിക്കൊണ്ടുവന്ന പോലെയുള്ള അല്പമായ സരളമായ ഒരു കൊച്ചു കാര്യം അതെടുത്ത് പ്രതിദിനം ജീവിതത്തിൽ നിങ്ങൾക്കൊരു ദീക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാവാം, ഗായത്രി ഉപദേശം ഉണ്ടെങ്കിൽ അതാവാം, പഞ്ചാക്ഷരമോ അഷ്ടാക്ഷരമോ ഉപദേശം ഉണ്ടെങ്കിൽ അതാവാം. ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഭഗവൻ നാമം ജപിച്ചോളാം, അഭ്യസിക്കുക. നിങ്ങൾക്ക് ദീക്ഷ കിട്ടാൻ യോഗ്യമാവുമ്പോൾ കിട്ടിക്കോളും. പക്ഷേ മനസ്സിനെ ശാന്തമാക്കാനുള്ള പ്രക്രിയ, യോഗപ്രക്രിയ, ഇത് നമ്മൾ ആരംഭിക്കുമ്പോൾ ക്രമേണ ചിത്തവൃത്തി നിരോധ എന്ന് പറയുന്ന ആ അവസ്ഥ നമുക്ക് വരും. ശാന്തി വരും, ഭഗവത് ഭക്തി, ഭഗവത് പ്രേമം ഉള്ളിൽ വരും. സർവത്ര ഭഗവത് ദർശനം എന്നുള്ള ഉയർന്ന നില വരും. ജീവിതം ധന്യമാവും. നമ്മൾ സാധാരണ ചൊല്ലും ഒരു ശ്ലോകം, നിത്യ ഉത്സവം.
ആ വീട്ടിൽ എപ്പോഴും ഉത്സവമാണ്. നിത്യശ്രീഹി, എപ്പോഴും ഐശ്വര്യമാണ്. നിത്യോത്സവം ഭവത്യേഷാം നിത്യശ്രീഹി, നിത്യമംഗളം, എപ്പോഴും മംഗളമാണ്. യേഷാം ഹൃദിസ്ഥോ ഭഗവാൻ മംഗളായ തനോഹരിഹി. അപ്പോൾ ഹൃദയത്തിൽ എങ്ങനെ ഭഗവാനെ വയ്ക്കും? ഭഗവാന്റെ നാമത്തിനെ ഹൃദയത്തിൽ വെച്ചാൽ ഭഗവാനെ വെച്ചു. ഇതാണ് സരളമായ വഴി. ഇത് തന്നെ നമ്മൾ തുടർന്ന് വൈകുന്നേരം ഇന്ന് മട്ടാഞ്ചേരിയിൽ പ്രഭാഷണമുണ്ട്. അവിടെ അരുണാചല അക്ഷരമണമാലൈ ആണ് വിഷയം. തമിഴിലുള്ള കൃതി, മലയാളത്തിലെ പ്രഭാഷണം. രമണ മഹർഷിയുടെ ഹൃദയമാണ് ആ കൃതി. രമണ മഹർഷിയുടെ അനുഭവത്തിൻ്റെ സാരസംഭൃതമായ കൃതിയാണത്. അത് ആണ് വൈകുന്നേരത്തെ വിഷയം. രാവിലെ കഠോപനിഷത്താണ് മറ്റന്നാൾ മുതൽക്ക്. അത് YNP ട്രസ്റ്റിൽ അവിടെ നമുക്ക് വരുന്നവർക്ക് അവിടെ കാണാം. അല്ലാത്ത ഇന്ന് മാത്രം ഈ സത്സംഗത്തിലേക്ക് വന്നിട്ടുള്ളവർക്കും ഈ പറഞ്ഞ കാര്യം ഓർമ്മ വെച്ചുള്ള വളരെ പ്രായോഗികമായ, പ്രാക്ടിക്കലായ, സരളമായ ഒരു അധ്യാത്മവിദ്യയാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇത്രയൊക്കെ എടുത്താൽ തന്നെ നമുക്ക് മതിയാവും, കുറച്ചൊക്കെ മതി. സ്വൽപ്പമപ്യസ്യ എന്ന് ഭഗവാൻ പറഞ്ഞു. വലിയ വലിയ കാര്യം, ചെറിയ കാര്യം. അതുകൊണ്ട് നമ്മുടെ ജീവിതം സാഫല്യം നേടും, ധന്യമാവും. അതിന് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പൂർണ്ണത്രയീശൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും ആനന്ദവും ഊർജ്ജസ്വലതയും ഒക്കെ ഉണ്ടാവട്ടെ. ഈ തുളസീദാസ് ഒരു ശ്ലോകമുണ്ട്, നമ്മൾ ജപയോഗ സുധാനിധിയിൽ അതുണ്ടത്. ഒരു വീട്ടിൻ്റെ പടിക്കൽ വിളക്ക് കൊളുത്തി വയ്ക്കുന്ന ഒരു പതിവുണ്ടല്ലോ. ആ പടിക്കൽ വിളക്ക് വെച്ചാൽ വീട്ടിൻ്റെ ഉള്ളിലേക്കും വെളിച്ചം വരും, പുറത്തേക്കും വെളിച്ചം വരും. അതുപോലെയാണ് ഭഗവൻ നാമം നമ്മുടെ നാവിലുണ്ടെങ്കിൽ ഉള്ളിലേക്കും വെളിച്ചം, ശാന്തി, ആനന്ദം, പുറമേക്ക് സമൃദ്ധിയും ഒക്കെ ഉണ്ടാവും. ഇത് നമുക്ക് ഭഗവത് അനുഗ്രഹം കൊണ്ട് സിദ്ധിക്കട്ടെ എന്ന് നാരായണ സ്മരണപൂർവകമായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ അവസാനിപ്പിക്കാം. ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ. ത്വാം ആത്മനാഥം രമണം ഭജാമി. ശിവാനന്ദലഹരി ശങ്കരാചാര്യരുടെ കൃതി മലയാളത്തിലെ ഒരു വ്യാഖ്യാനം പ്രകാശിപ്പിച്ചിട്ടുണ്ട്. അത് വൈകുന്നേരം ആരെങ്കിലും മട്ടാഞ്ചേരിയിൽ വേണമെന്നുള്ളവർക്ക് കിട്ടും, ലഭ്യമാണ് അവിടെ.